ആശിഷമേകും വിശുദ്ധ ദിനം കർത്തൃദിനമാം ശുഭ ആശിഷമേകും വിശുദ്ധ ദിനം സൃഷ്ടാവാം ദൈവത്തെ ഓർക്കും ദിനം കർത്താവിനെ ആരാധിക്കുന്ന സൃഷ്ടാവാം ദൈവത്തെ ഓർക്കും ദിനം കർത്താവിനെ ആരാധിക്കുന്ന കർത്തൃദിനമാം ശുഭ ആശിഷമേകും വിശുദ്ധ ദിനം കർത്തൃദിനമാം ശുഭ ആശിഷമേകും വിശുദ്ധ ദിനം
ഞങ്ങളെ ഏറ്റവും അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ദൈവത്തിൻ്റെ തിരുസന്നിധി മുൻപാകെ ഞങ്ങളിതാ കടന്നു വരുന്നു. ഞങ്ങളുടെ സകല കുറവുകളും അവിടുന്ന് ക്ഷമിച്ച്, അവിടുത്തെ നാമനിമിത്തം അവിടുത്തെ ഇന്ന് ആശ്രയിച്ച് പിതാവായി ദൈവത്തെ യേശുവിൻ്റെ നാമത്തിൽ ആരാധിക്കുവാൻ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന അവസരത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന പിതാവേ, ഞങ്ങളുടെ ഹൃദയത്തിലെ ധ്യാനവും വായിലെ വാക്കുകളും ഇന്ന് പകൽക്കാലം അവിടത്തേക്ക് പ്രസാദകരമായി തീരുവാൻ തക്കവണ്ണം ഇടവരുത്തണം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കുമാറാകണമേ. ആമേൻ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ ദിവസത്തിൻ്റെ ഈ നല്ല നിമിഷങ്ങൾക്കായി ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വീണ്ടും നമുക്ക് ഒരു വിശുദ്ധ ദിവസം കൂടെ കാണുവാനും നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ സർവകൃപാലുവായ ദൈവം നമുക്ക് തന്ന ഈ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ദൂരത്തും ചാരത്തും ഒക്കെ ഇരുന്ന് ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് സ്നേഹവന്ദനം. കേരളക്കരയിൽ, ഇന്ത്യ മഹാരാജ്യത്തിൽ, ലോകത്തിൻ്റെ വിവിധ വൻകരകളിൽ ഇരുന്ന് ഇന്ന് ഈ വിശുദ്ധ ദിവസത്തിൽ ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ശുശ്രൂഷകൾ പങ്കെടുക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. അനേക പ്രതികൂലങ്ങൾ, അനേക പ്രതിസന്ധികൾ, ജനലക്ഷങ്ങളാണ് ഓരോ ദിവസവും പകർച്ചവ്യാധി മുഖാന്തരം ലോകത്തുനിന്ന് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കർത്താവിൻ്റെ വലിയ സംരക്ഷണം നമുക്ക് തന്ന് ഇന്നുവരെയും നമ്മെ നടത്തിയ ദൈവത്തിന് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഈ ദൈവത്തെ ആരാധിക്കുവാൻ, നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ച് വേർതിരിച്ച് തന്നിരിക്കുന്ന ഈ വിശുദ്ധ ദിവസത്തിൽ നമുക്ക് ദൈവസ്ഥലായിരിക്കാൻ കർത്താവ് സഹായിച്ചിരിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളിലൂടെയും കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുവാൻ, കർത്താവിൻ്റെ നാമം മാത്രം മഹിമപ്പെടുവാൻ കർത്താവ് സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ആരാധനയുടെ തുടർച്ചയായിട്ട് നമുക്കെല്ലാവർക്കും ചേർന്ന് നമ്മുടെ പാട്ടുപുസ്തകത്തിലെ 115 പാട്ട്, യേശു സന്നിധാനം എന്തൊരു സമാധാനം എന്നൊരു പാട്ട് നമുക്കെല്ലാവർക്കും ചേർന്ന് പാടാം. പാട്ടുപുസ്തകത്തിലെ 115 പാട്ട്. സന്നിധാനം എന്തോരു
വന്നിടുമ്പോ പിന്നീടൊരിക്കലും വേർപെടാതെ തന്നിൽ മറഞ്ഞിടും ഞാൻ. പിന്നീടൊരിക്കലും വേർപെടാതെ തന്നിൽ മറഞ്ഞിടും ഞാൻ. യേശു സന്നിധാനം എന്തോരു സമാധാനം, ആഴലും മനസ്സിന് അരുളും സുഖദാനം, ആഴലും മനസ്സിന് അരുളും സുഖദാനം. നമ്മുടെ ഈ ആരാധനയുടെ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് വായിക്കുവാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വെളിപ്പാട് പ്രവചനം അതിൻ്റെ 14-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വേദഭാഗങ്ങൾ. വെളിപ്പാട് പ്രവചനം 14-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വേദഭാഗങ്ങൾ നാം ഇപ്രകാരം വായിക്കുന്നു. പിന്നെ ഞാൻ സിയോൻ മലയിൽ കുഞ്ഞാടും അവനോടുകൂടെ നെറ്റിയിൽ അവൻ്റെ നാമവും പിതാവിൻ്റെ നാമവും എഴുതിയിരിക്കുന്ന 144,000 പേരും നിൽക്കുന്നത് കണ്ടു. പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയും വലിയൊരു ഇടിമുഴക്കം പോലെയും സ്വർഗത്തിൽ നിന്ന് ഒരു ഘോഷം കേട്ടു. ഞാൻ കേട്ട ഘോഷം വൈണികന്മാർ വീണ മീട്ടുന്നത് പോലെ ആയിരുന്നു. അവർ സിംഹാസനത്തിനും 4 ജീവികൾക്കും മൂപ്പന്മാർക്കും മുമ്പാകെ ഒരു പുതിയ പാട്ട് പാടി. ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയിരുന്ന 144,000 പേർക്കല്ലാതെ ആർക്കും ആ പാട്ട് പഠിപ്പാൻ കഴിഞ്ഞില്ല. ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ആരാധനയുടെ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. അടിയങ്ങളെ ആഴമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട ഈ വിശുദ്ധ ദിവസത്തിൻ്റെ പകൽക്കാലത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. അവിടുത്തെ മക്കളാകുന്ന അടിയങ്ങൾക്ക് കർത്താവെ വീണ്ടും ഒരു വിശുദ്ധ ദിവസം കൂടെ കാണുവാൻ, കർത്താവിനെ ആരാധിക്കുവാൻ, അവിടുത്തെ മഹത്വപ്പെടുത്തുവാൻ അടിയങ്ങൾക്ക് തന്നിരിക്കുന്ന അവസരത്തിനായിട്ട് സ്തോത്രം കർത്താവെ. അനേക പ്രിയപ്പെട്ടവർ ഈ ഭൂമിയുടെ പരപ്പിൽ നിന്ന് പട്ടുപോയപ്പോൾ എൻ്റെ കർത്താവ് അടിയങ്ങളുടെ ആയുസ്സിനെ ദീർഘിപ്പിച്ചു. കർത്താവെ, അടിയങ്ങൾക്ക് സന്തോഷവും സമാധാനവും തന്നു. അടിയങ്ങൾക്ക് കർത്താവിനുള്ള വലിയ പ്രത്യാശയെ തന്നു. ഒരു വിശുദ്ധ പകൽക്കാലത്തിൻ്റെ ആമേൻ പുലർകാലം കൂടെ കാണുവാനും അവിടുത്തെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് കർത്താവിനെ ആരാധിപ്പാനും മഹത്വപ്പെടുത്തുവാനും അടിയങ്ങൾക്കിടയാക്കിയിരിക്കുന്ന കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. കർത്താവെ, ഭീതിപ്പെടുത്തുന്ന സംഭവങ്ങൾ, ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ, പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങളൊക്കെ കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോൾ ആമേൻ, അടിയങ്ങൾ ഈ ലോകത്തിൽ താൽക്കാലിക വാസികളാണെന്നും എൻ്റെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുക്ക വാതിൽക്കലായിരിക്കുന്നു എന്നും ആമേൻ മനസ്സിലാക്കിക്കൊണ്ട് വിശുദ്ധിയും വേർപാടുമുള്ള ജീവിതം നയിക്കുവാൻ എൻ്റെ കർത്താവ് അടിയങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ആരാധനയുടെ ഭാഗഭാക്കുകളാകുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. അനേകർക്ക് ഈ ആരാധന ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ എൻ്റെ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏകാഗ്ര ഹൃദയത്തോടെ ദൈവഭയത്തോടെ കർത്താവിൻ്റെ പാദപീഠത്തിലിരിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ. ഇന്ന് വചനം സംസാരിക്കുന്ന കർത്താവിൻ്റെ ദാസനായിട്ട് നന്ദിയോടെ സ്തോത്രം. കർത്താവേ, വചനം അവിടുത്തേതാണ്, അടിയങ്ങളും അവിടുത്തേതാണല്ലോ കർത്താവേ. അവിടുത്തെ മാറ്റമില്ലാത്ത സാന്നിധ്യം കൊണ്ട് അടിയങ്ങളെ നിറയ്ക്കണമേ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കർത്താവിൻ്റെ ദാസനിലൂടെ സംസാരിക്കണമേ കർത്താവേ. കേൾക്കുന്ന വചനങ്ങൾ അടിയങ്ങളുടെ ഹൃദയമാകുന്ന നല്ല നിലത്ത് വീഴുവാൻ, അത് നല്ല ഫലം പുറപ്പെടുവിക്കുവാൻ എൻ്റെ കർത്താവ് സഹായിക്കണമേ. നല്ല തീരുമാനത്തോടും ആമേൻ നല്ല പ്രതിഷ്ഠയോടും കൂടെ കർത്താവിൻ്റെ വരവിനായിട്ട് ഒരുങ്ങുവാൻ അടിയങ്ങളെ സഹായിക്കണമേ. ഈ ശുശ്രൂഷയിൽ ഭാഗഭാക്കാളായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ട് സ്തോത്രം. ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളും കർത്താവിൻ്റെ നാമമഹത്വത്തിനായിട്ട് തീരുവാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കണമേ. എല്ലാ മാനവും മഹത്വവും കർത്താവ് എടുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ ഏറ്റവും താഴ്മയായിട്ട് യാചിക്കുന്നു. അടിയങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ. സ്തോത്രം, സ്തോത്രം. ഈ സമയം നമുക്ക്
ഒരു പ്രത്യേക ഗാനം കേൾക്കാനുള്ള സമയമാണ്. അതിനുവേണ്ടി ബ്രദർ മെൽവിനെയും സഹോദരി എമിലിയെയും മുൻപോട്ട് ക്ഷണിക്കുന്നു. യേശുവിൻ പിൻപേ പോയിടും ഞാനും പിന്മാറുകില്ല യാത്രമധ്യേ. ആരെല്ലാം എന്നെ തള്ളിയെന്നാലും പിന്മാറുകില്ല ഒരിക്കലുമേ. യേശുവിൻ പിൻപേ പോയിടും ഞാനും പിന്മാറുകില്ല യാത്രമധ്യേ. ആരെല്ലാം എന്നെ തള്ളിയെന്നാലും പിന്മാറുകില്ല ഒരിക്കലുമേ. അമ്മയെക്കാളും സ്നേഹിച്ചു എന്റെ തിന്മ മറന്നു നന്മ നൽകി. അമ്മയെക്കാളും സ്നേഹിച്ചു എന്റെ തിന്മ മറന്നു നന്മ നൽകി. എന്തു ഞാൻ നൽകും നിൻ സ്നേഹമോർത്താൽ നന്ദിയാൽ പാടും എന്നുമെന്നും. എന്തു ഞാൻ നൽകും നിൻ സ്നേഹമോർത്താൽ നന്ദിയാൽ പാടും എന്നുമെന്നും. യേശുവിൻ പിൻപേ പോയിടും ഞാനും പിന്മാറുകില്ല യാത്രമധ്യേ. പാപിയാമെന്നെ നേടിടുവാനായി യാഗമായി തീർന്നു
മധ്യേ ആരെല്ലാം എന്നെ തള്ളിയെന്നാലും പിന്മാറുകില്ല ഒരിക്കലുമേ. വളരെ മനോഹരമായ ഗാനം ആലപിച്ച സിസ്റ്റർ എമലിക്കും അതുപോലെ തന്നെ ബ്രദർ മെൽവിനും ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പ്രിയ കുഞ്ഞുങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. അവരുടെ നല്ല താലന്തുകൾ ദൈവനാമ മഹത്വത്തിനായിട്ട് തുടർന്നും വിനിയോഗപ്പെടുത്തുവാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് നമുക്ക് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം ധ്യാനിക്കുന്നതിനുള്ള സമയമാണ്. ഇന്ന് ദൈവത്തിൻ്റെ തിരുവചനത്തിൽ നിന്നും നമ്മോട് സംസാരിക്കുന്നത് പാസ്റ്റർ രാജേഷ് ശശിധരനാണ്. നമുക്കെല്ലാവർക്കും അദ്ദേഹം സുപരിചിതനാണല്ലോ. ആലപ്പുഴ പത്തനംതിട്ട സെക്ഷൻ്റെ മിനിസ്റ്റീരിയൽ ഡയറക്ടറായിട്ടും യൂത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഡയറക്ടറായിട്ടും ഒക്കെ അദ്ദേഹം അനുഗ്രഹിക്കപ്പെട്ട സേവനം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ്റെ നല്ല സേവനങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് അദ്ദേഹത്തിലൂടെ കേൾക്കുന്ന നല്ല തിരുവചനങ്ങൾ നമ്മുടെ ജീവിതത്തിന് ഏറ്റവും പ്രയോജനകരമായി തീരുവാൻ, നമ്മുടെ ആത്മിക ജീവിതം കർത്താവിനോട് കൂടുതൽ അടുക്കുവാൻ, കർത്താവിൻ്റെ വരവിനായിട്ട് നാം ഒരുങ്ങുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. കർത്താവിൻ്റെ ദാസനെ കർത്താവ് കരങ്ങളിലെടുക്കട്ടെ. അദ്ദേഹത്തിൻ്റെ നാവിലൂടെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത ശബ്ദം കേൾക്കുവാൻ നമുക്ക് കാതോർക്കാം. ഈ സമയത്ത് പാസ്റ്റർ രാജേഷ് ശശിധരനെ തിരുവചന ശുശ്രൂഷയ്ക്കായിട്ട് ഞാൻ ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. മനോഹരമായ ഒരു ശബദിൻ്റെ പകൽക്കാലം നമുക്കേവർക്കും നൽകിയ സർവ്വകൃപാലുവായ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഇന്ന് പകൽക്കാലത്തെ വചനധ്യാനത്തിലേക്ക് നമുക്കേവർക്കും പ്രാർത്ഥനാപൂർവ്വം പ്രവേശിക്കാം. കഴിഞ്ഞ ഓരോ നാളുകളും പ്രത്യേകിച്ച് കഴിഞ്ഞ ഓരോ മാസങ്ങളും വലിയ പ്രതിസന്ധികളിലൂടെ നാം കടന്നു പോകുവാൻ ഇടയായിട്ടും ദൈവം അതിശയകരമായി അത്ഭുതകരമായി തൻ്റെ ചിറകിൻ മറവിൽ നമ്മെ പരിപാലിച്ചതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രത്യേകിച്ചും ഈ കഴിഞ്ഞ ഒരാഴ്ച എന്നത് നമ്മെ ഓരോരുത്തരെയും അധികമായി ഭാരപ്പെടുത്തിയ, വളരെയധികം പ്രയാസപ്പെടുത്തിയതായ ചില സംഭവങ്ങൾ നടന്നുപോയ ഒരു ആഴ്ചയാണ് നമ്മെ വിട്ടുപോയത്. നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടു സഹോദരൻ പാസ്റ്റർ ജോബി അവറുകൾ കഴിഞ്ഞ ആഴ്ചയിൽ മരണപ്പെടുവാൻ തക്കവണ്ണം ഇടയായത് നമ്മെ ഏവരെയും വല്ലാതെ ഞെട്ടിക്കുകയും വല്ലാതെ വേദനപ്പെടുത്തുകയും ചെയ്യുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അദ്ദേഹം ചില വർഷങ്ങളായി ഇടുക്കി സെക്ഷനിൽ പ്രവർത്തിക്കുകയായിരുന്നു. എന്നാൽ പെട്ടെന്നുള്ളതായ ഒരു അപകട മരണം അദ്ദേഹത്തെ മരണപ്പെടുവാൻ തക്കവണ്ണം ഇടവരുത്തി. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അത് വലിയൊരു നഷ്ടമായി തീർന്നു. ആ സെക്ഷന് വലിയൊരു നഷ്ടമായി തീർന്നു. പ്രിയപ്പെട്ട ദാസൻ്റെ കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും ആ സെക്ഷനെയും കർത്താവായ ദൈവം അതിശയകരമായി ഈ നാളുകളിൽ ആശ്വസിപ്പിക്കുവാൻ തക്കവണ്ണം ഇടവരുമാറാകട്ടെ. നാം ആയിരിക്കുന്ന ഈ ദേശങ്ങളിൽ അത്ഭുതകരമായി ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് സുരക്ഷിതരായി നിലനിൽക്കുവാൻ ഇന്നും എന്നേക്കും കർത്താവായ ദൈവം സഹായിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇന്ന് പ്രാർത്ഥനാപൂർവം ദൈവത്തിൻ്റെ വചന ധ്യാനത്തിലേക്ക് ഇന്ന് പകൽക്കാലം നാം ഓരോരുത്തരും പ്രവേശിക്കുവാൻ തക്കവണ്ണം കടന്നു പോവുകയാണ്. കഴിഞ്ഞ ആഴ്ചകളിൽ ഏതൊക്കെ സമയം എനിക്ക് അവസരം ലഭിക്കുവാൻ തക്കവണ്ണം ഇടയായോ അപ്പോഴൊക്കെയും നാം വളരെ പ്രധാനപ്പെട്ട ഒരു വചന വിഷയത്തിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. നാം ആമുഖമായി ആ നാളിൽ ചിന്തിക്കുവാൻ തക്കവണ്ണം ഇടയായത് ദി കമാൻഡോസ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ അന്ത്യകാല സൈന്യത്തിലെ അംഗങ്ങളെക്കുറിച്ച്, ആ സൈന്യത്തെക്കുറിച്ച് നാം ചില ആഴ്ചകൾക്ക് മുൻപേ പഠിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. 144,000 പേരെക്കുറിച്ച്, അവർ ദൈവത്തിനു വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട അന്ത്യകാല ഒരു സൈന്യമാണ്. ഒരു പ്രത്യേക ദൗത്യം ദൈവം അവരെ ഏൽപ്പിച്ചിരിക്കുന്നു. ആ ദൗത്യം അവർ ഏൽപ്പിക്കപ്പെട്ട് ഈ ലോകത്തിൽ സുവിശേഷ വേലയുടെ പൂർത്തീകരണത്തിന് വേണ്ടി ദൈവം നിയോഗിച്ച ഒരു പറ്റം കമാൻഡോകളാണ് 144,000 പേർ എന്ന് നാം കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുൻപ് പഠിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ആരെങ്കിലും ആ സന്ദേശം കേൾക്കുവാൻ തക്കവണ്ണം ഇടയായിട്ടില്ലെങ്കിൽ ദയവായി നമ്മുടെ യൂട്യൂബ് പേജ് സന്ദർശിക്കുവാൻ തക്കവണ്ണം ഇടയായാൽ നിങ്ങൾക്ക് തീർച്ചയായും ആ പഴയ സന്ദേശം ഒരിക്കൽ കൂടെ കേൾക്കുവാനും ഇന്നത്തെ സന്ദേശം ഫോളോ ചെയ്യുവാനും സാധിക്കുന്നതാണ് എന്ന് ഞാൻ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർമ്മിപ്പിക്കുകയാണ്. അതിനുശേഷം ഞാൻ കഴിഞ്ഞ തവണ വീണ്ടും പറയുവാൻ തക്കവണ്ണം ഇടയായി, ദൈവത്തിൻ്റെ ദാസന്മാരാണ് 144,000 പേർ. ദൈവത്തിൻ്റെ ദാസന്മാർക്ക് ഉണ്ടായിരിക്കേണ്ടതായ ചില പ്രത്യേക സ്വഭാവ സവിശേഷതകളെക്കുറിച്ച് നാം കഴിഞ്ഞ തവണ ചിന്തിക്കുവാൻ തക്കവണ്ണം ഇടയായി. ഇന്ന്
ദൈവത്തിൻ്റെ തിരുവെഴുത്തുകളിൽ നിന്നും, പ്രത്യേകിച്ചും വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം, വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം, ഈ 2 അധ്യായങ്ങളിൽ ഈ 144,000 പേർ ദൈവത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ട ഒരു സൈന്യത്തിലെ അംഗങ്ങളാണ്. അവരുടെ പ്രധാനപ്പെട്ട ചില സ്വഭാവ സവിശേഷതകളെക്കുറിച്ച് നാം കഴിഞ്ഞ ആഴ്ചയിൽ പലതും ചിന്തിക്കുവാൻ തക്കവണ്ണം ഇടയെങ്കിലും ഇന്നു മുതൽ ഈ ആഴ്ചയിലെ ഈ ശബദിലെ നമ്മുടെ വചനധ്യാനം എന്നത് ഈ പ്രിയപ്പെട്ടവരെ കുറിച്ച് വെളിപ്പാട് 7-ാം അധ്യായത്തിലും 14-ാം അധ്യായത്തിലും അവരെക്കുറിച്ച് പ്രത്യേകമായി സൂചിപ്പിക്കുന്ന അവരുടെ സ്വഭാവ സവിശേഷതകളെക്കുറിച്ച് നാം ചിന്തിക്കുവാൻ തക്കവണ്ണം കടന്നു പോവുകയാണ്. ആയതിനാൽ ഈ ശുശ്രൂഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ ഹാർദവമായി സ്വാഗതം ആശംസിക്കുന്നു. നമുക്കൊരുമിച്ച് ഒരു വേദഭാഗം വായിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് ഇന്നത്തെ വചനധ്യാനത്തിലേക്ക് പ്രവേശിക്കാം. വെളിപ്പാടിൻ്റെ പുസ്തകം 14-ാം അധ്യായം 1-ാമത്തെ വാക്യം. പിന്നെ ഞാൻ സിയോൻ മലയിൽ കുഞ്ഞാടും അവനോടുകൂടെ നെറ്റിയിൽ അവൻ്റെ നാമവും പിതാവിൻ്റെ നാമവും എഴുതിയിരിക്കുന്ന 144,000 പേരും നിൽക്കുന്നത് ഞാൻ കണ്ടു. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും വിശ്വസ്തനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അന്ത്യകാല ദൈവത്തിൻ്റെ സൈന്യമായിരിക്കാൻ 144,000 പേരെ കർത്താവ് തിരഞ്ഞെടുത്തതിനായി അങ്ങേ സ്തുതിക്കുന്നു പിതാവേ. ആ ഒരു സൈന്യത്തിൻ്റെ ഭാഗമായി തീരുവാൻ ഞങ്ങൾക്കേവർക്കും വലിയൊരു അവസരമുണ്ട് എന്ന് കർത്താവ് കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളെ പഠിപ്പിച്ചതിനായി സ്തോത്രം. ഇന്ന് ആ പ്രിയപ്പെട്ടവരുടെ സ്വഭാവ സവിശേഷതകളെക്കുറിച്ച് ചിന്തിക്കുവാൻ തക്കവണ്ണം ഇതാ ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നു. ഈ വചനധ്യാനം ഞങ്ങളുടെ ജീവിതങ്ങളിൽ കണ്ണുകൾ തുറപ്പിക്കപ്പെടുവാൻ ഞങ്ങൾ ഓരോരുത്തരും ഒരുങ്ങേണ്ടിയത്, സാത്താൻ്റെ വഞ്ചനകളെ തിരിച്ചറിഞ്ഞ് ഒരു തയ്യാറെടുപ്പ് നടത്തേണ്ടിയത്, ഈ സൈന്യത്തിൻ്റെ ഭാഗമായി തീരുവാൻ തക്കവണ്ണം ഞങ്ങൾ ഓരോരുത്തരും എഴുന്നേൽക്കേണ്ടിയത് ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കുവാൻ ഇന്നത്തെ ധ്യാനത്തിലൂടെ ഞങ്ങളെ സഹായിക്കണം പിതാവേ. ഈ വചനം അവിടുത്തേത്, സംസാരിക്കുന്ന ദാസൻ അവിടുത്തേത്, കേൾക്കുന്ന അവിടുത്തെ പ്രിയപ്പെട്ടവരും അവിടുത്തേത്. ആയതിനാൽ കർത്താവ് ഈ ശുശ്രൂഷയെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പിതാവേ കേൾക്കുമാറാകണമേ. ആമേൻ. ഇവിടെ വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ വചനം വ്യക്തമായി നമ്മോട് പറയുന്നത്, യോഹന്നാൻ, വെളിപ്പാടുകാരനായ യോഹന്നാൻ 144,000 പേരെ കാണുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഞാൻ കണ്ടു എന്ന് 14-ാം അധ്യായത്തിൽ യോഹന്നാൻ പറയുവാൻ തക്കവണ്ണം ഇടയായി. എന്നാൽ 7-ാം അധ്യായത്തിൽ നാം ആ വാക്യങ്ങളെ ചിന്തിക്കുവാൻ തക്കവണ്ണം ഇടയായാൽ, ഐ ഹേർഡ് ദ നമ്പർ ഓഫ് പീപ്പിൾ ഹു ആർ സീൽഡ്, ഞാൻ മുദ്രയേറ്റവരുടെ സംഖ്യയും കേട്ടു എന്ന് പറയുന്ന യോഹന്നാൻ 14-ാം അധ്യായത്തിൽ 144,000 പേരെ കാണുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു എന്ന് വേദപുസ്തകത്തിൽ വ്യക്തമായി എഴുതുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. 14-ാം അധ്യായത്തിൽ അവരെ കാണുവാൻ തക്കവണ്ണം ഇടയായപ്പോൾ യോഹന്നാൻ വ്യക്തമായി നമ്മോട് പറയുകയാണ്, അവരുടെ നെറ്റിയിൽ കുഞ്ഞാടിൻ്റെ നാമവും പിതാവിൻ്റെ നാമവും എഴുതിയിരിക്കുന്നത് കാണുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അത് നാം കഴിഞ്ഞ തവണ ചിന്തിക്കുവാൻ തക്കവണ്ണം ഇടയായി. നെറ്റിയിൽ കാണപ്പെടുന്ന അവരുടെ നാമം എന്നത് അവർ ദൈവത്തിൻ്റെ സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കുന്നു എന്നതിൻ്റെ സിംബോളിക് ഭാഷയായി ഉപയോഗിച്ചിരിക്കുകയാണ്. ഇവിടെ ഈ പ്രിയപ്പെട്ടവരെ കുറിച്ച് ധാരാളം സ്വഭാവ സവിശേഷതകൾ വചനം വ്യക്തമായി പറയുന്നു. അവർ ഇപ്രകാരമുള്ളവർ, അവർ ഇപ്രകാരമുള്ളവർ, അവർ ഇപ്രകാരമുള്ളവർ എന്ന് 144,000 പേരെ കുറിച്ച് വ്യക്തമായി വേദപുസ്തകം നമ്മോട് പ്രതിപാദിച്ചിരിക്കുന്നു. ഈ സ്വഭാവങ്ങളിലേക്ക് നാം പടിപടിയായി കടന്നു പോകുവാൻ തക്കവണ്ണം ഈ നാളുകളിൽ നമ്മെ തന്നെ സമർപ്പിക്കുകയാണ്. ഇന്ന് പകൽക്കാലം അവരുടെ സ്വഭാവ സവിശേഷതകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്വഭാവ സവിശേഷതയിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ സ്വാഗതം ചെയ്യുകയാണ്. വളരെയധികം സമയം ചെലവെടുത്ത് നാം പഠിക്കേണ്ടിയ ഒരു സ്വഭാവ സവിശേഷതയിലേക്കാണ് നാം ഇന്ന് പകൽക്കാലം കടന്നു പോകുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത്. പ്രാർത്ഥനാപൂർവം ഞാൻ ആ വിഷയത്തിലേക്ക്, ആ സ്വഭാവ സവിശേഷതയിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം ഇടയാവുകയാണ്. ദയവായി നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ വചനധ്യാനത്തിന് വേണ്ടി നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഈ കേൾവിയുടെ സമയത്ത് തന്നെ ഞാൻ നിങ്ങളോട് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുകയാണ്. വെളിപ്പാടിൻ്റെ പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ അവരുടെ സ്വഭാവ സവിശേഷതകളിൽ ഒരു സവിശേഷതയെക്കുറിച്ച് ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. 14-ാം അധ്യായം വെളിപ്പാടിൻ്റെ പുസ്തകം 5-ാമത്തെ വാക്യം, ബോഷ്ക്ക് അവരുടെ വായിൽ ഉണ്ടായിരുന്നില്ല, അവർ കളങ്കമില്ലാത്തവർ തന്നെ. 144,000 പേരുടെ പ്രത്യേകതകളിൽ, സ്വഭാവ സവിശേഷതകളിൽ ഒരു സവിശേഷതയായി വേദപുസ്തകം ചൂണ്ടിക്കാണിക്കുന്നത് ആ ബോഷ്ക്ക്,
ഭോഷ്ക് അവരുടെ വായിൽ ഉണ്ടായിരുന്നില്ല, അവർ കളങ്കമില്ലാത്തവർ തന്നെ. ഇംഗ്ലീഷിൽ പറയുന്നു, ദേ ഹാവ് നോ ഗൈൽ ഇൻ ദെയർ മൗത്ത് ആൻഡ് നോ ഫോൾട്ട് ബിഫോർ ഗാഡ്. അവർ വളരെ പ്രത്യേകതയുള്ള, വായിൽ ഭോഷ്കില്ലാത്ത, കളങ്കമില്ലാത്ത 144,000 പേർ. വായിൽ ഭോഷ്കില്ലാത്ത, കളങ്കമില്ലാത്ത 144,000 പേർ. ദ വേർഡ് ഗൈൽ മീൻസ്, ഈ ഭോഷ്ക് എന്ന പദത്തിന് ധാരാളം അർത്ഥങ്ങൾ വേദപുസ്തകത്തിൽ നമുക്ക് വായിച്ച് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. ഡിക്ഷണറി പരിശോധിക്കുവാൻ നാം ഇടയായാൽ അതിനർത്ഥമായി കൊടുത്തിരിക്കുന്നത് ടു ഡിക്കോയ്, ടു എൻസ്നേർ, ടു കറപ്റ്റ്. യാതൊരു വിധമായ ഭോഷ്കുമില്ലാത്ത, യാതൊരു വിധമായ വഞ്ചനയുമില്ലാത്ത നിഷ്കളങ്കരായവരാണ് 144,000 പേര് എന്ന് ആ വാക്കിൻ്റെ ഗ്രീക്ക് ഡിക്ഷണറിയുടെ അർത്ഥങ്ങളിലേക്ക് നാം ഇറങ്ങിച്ചെന്നാൽ അവരുടെ സ്വഭാവ സവിശേഷത എന്നത് ക്രിസ്തു തുല്യമായിരുന്നു എന്ന് നമുക്ക് ഏവർക്കും മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. ഇവിടെ യേശു ക്രിസ്തുവിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ബൈബിൾ എഴുത്തുകാർ പറയുവാൻ ഇടയായ സമയത്തൊക്കെ ഇതേ വാക്ക്, ഇതേ ഗ്രീക്ക് വാക്കിൻ്റെ പ്രയോഗം അവർ ഉപയോഗിച്ചതായി നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. 1 പത്രോസ് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം അതിൻ്റെ 21 മുതൽ 22 വരെയുള്ള വേദഭാഗങ്ങളിൽ യേശുവിനെ കുറിച്ച് പത്രോസ് ഇപ്രകാരം പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ച് നിങ്ങൾ അവൻ്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വച്ചേച്ചു പോയിരിക്കുന്നു. അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല. യേശുവിനെ കുറിച്ച് പത്രോസ് പറയുകയാണ്, അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ്റെ വായിൽ യാതൊരു വിധമായ വഞ്ചനയും ഉണ്ടായിരുന്നില്ല. അതേ ഗ്രീക്ക് വാക്കിൻ്റെ പ്രയോഗത്തെ നമുക്ക് ആ ഭാഗത്തിൽ കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. 144,000 പേരുടെ വായിൽ ഭോഷ്കുണ്ടായിരുന്നില്ല. ഇറ്റ് ഈസ് സെയിം വിത്ത് ഈവൻ ജീസസ്. യേശു ക്രിസ്തുവും അതുപോലെ വായിൽ ഭോഷ്കില്ലാത്തവനായിരുന്നു. യാതൊരു വിധമായ വഞ്ചനയും യേശു ക്രിസ്തുവിന് ഉണ്ടായിരുന്നില്ല എന്ന് വിശുദ്ധ വേദപുസ്തകം വ്യക്തമായി നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. യെശയ്യാവിൻ്റെ പുസ്തകം 53-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ യേശുവിനെ കുറിച്ച് സുവിശേഷകനായ യെശയ്യാവ് പറയുന്നു, കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്രിക്കുന്നവരുടെ മുൻപാകെ മിണ്ടാതെ ഇരിക്കുന്ന ആടിനെ പോലെയും അവൻ വായ തുറക്കാതെയിരുന്നു. ഹി അട്ടർ നോ വേർഡ്സ് ബിഫോർ ഹിസ് എനിമീസ്. അവൻ വായ തുറക്കാതെയിരുന്നു. നമ്മെയാണ് അപ്രകാരം പീഡിപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായാൽ, നമ്മെയാണ് അപ്രകാരം പ്രയാസപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായാൽ നാം സ്വാഭാവികമായി വായ തുറക്കുവാൻ തക്കവണ്ണം ഇടയാകും. നമ്മെ ആരെങ്കിലും കുത്തി നോവിച്ചാൽ ഉടനെ അവരോട് പ്രതികരിക്കുകയാണ് നാം എപ്പോഴും ചെയ്യുക. എന്നാൽ യേശുവിനെ സംബന്ധിച്ച് ദൈവത്തിന് തിരുവെഴുത്തുകൾ പറയുന്നു, അവൻ വായ തുറക്കാതെയിരുന്നു, അവൻ വായ തുറക്കാതെ ഇരിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, 144,000 പേരുടെ ആ സ്വഭാവ സവിശേഷത, അവരുടെ വായിൽ യാതൊരു വിധമായ ഭോഷ്കം ഉണ്ടായിരുന്നില്ല, അവർ യാതൊരു വിധമായ കളങ്കവുമില്ലാത്തവരായിരുന്നു. യേശു ക്രിസ്തു അപ്രകാരമുള്ള ഒരു മനുഷ്യനായിരുന്നു. യേശു ക്രിസ്തുവിൻ്റെ വായിൽ ഭോഷ്കുണ്ടായിരുന്നില്ല, യാതൊരു വിധമായ കളങ്കവും യേശു ക്രിസ്തുവിന് ഉണ്ടായിരുന്നില്ല എന്ന് വേദപുസ്തകം വ്യക്തമായി നമ്മോട് പറയുന്നു. എന്നാൽ ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ ജീവിക്കുന്നവരായ നാം ഓരോരുത്തരും എപ്രകാരമുള്ളവരാണ് എന്ന് വേദപുസ്തകം വ്യക്തമായി നമ്മോട് പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഇന്ന് ദൈവത്തിൻ്റെ സന്നിധി മുൻപാകെ എപ്രകാരം നിലനിൽക്കുന്നവരാണ്? 144,000 പേരുടെ വായിൽ ഭോഷ്കുണ്ടായിരുന്നില്ല, അവർ കളങ്കമില്ലാത്തവർ തന്നെ. യേശു ക്രിസ്തുവും അപ്രകാരമായിരുന്നു എന്ന് തിരുവെഴുത്തുകൾ ഓർമ്മിപ്പിക്കുമ്പോൾ ദൈവജനമാകുന്ന നാം ഓരോരുത്തരും എപ്രകാരമായിരുന്നു, ഇന്ന് എപ്രകാരമാണ് എന്ന് ചിന്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കൊലോസ് ലേഖനം 3-ാമത്തെ അധ്യായം അതിൻ്റെ 5 മുതൽ നമ്മോട് തിരുവെഴുത്തുകൾ ഇപ്രകാരം പറയുന്നു, ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പീൻ. ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. അവയിൽ ജീവിച്ചിരുന്ന കാലം നിങ്ങളും മുൻപേ അവയിൽ നടന്നു പോന്നു. നാം ഓരോരുത്തരും ഇപ്രകാരം ഏത് സ്വഭാവത്താൽ പാപികളായ ജനങ്ങൾ ഈ ഭൂമിയിൽ നിലനിൽക്കുവാൻ തക്കവണ്ണം ഇടയായ ആ പാപകരമായ സകല സ്വഭാവത്തോടും
നിങ്ങളും ഓരോരുത്തരും ഈ ഭൂമിയിൽ നിലനിൽക്കുവാൻ തക്കവണ്ണം ഇടയായവരായിരുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് നമ്മോട് വ്യക്തമായി പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ വീണ്ടും അദ്ദേഹം പറയുന്നു, അവയിൽ ജീവിച്ചിരുന്ന കാലം നിങ്ങളും മുൻപേ അവയിൽ നടന്നു പോന്നു. ഇപ്പോഴോ നിങ്ങളും കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്നും വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവയൊക്കെ വിട്ടുകളയുവൻ. അന്യോന്യം ഭോഷ്ക് പറയരുത്. നിങ്ങൾ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞുകളഞ്ഞ് തന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമപ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. അപ്പോസ്തലനായ പൗലോസ് വ്യക്തമായി പറയുന്നു, നാം ഓരോരുത്തരും ഇനി പഴയ മനുഷ്യരല്ല, പുതുമയുള്ള പുതിയ മനുഷ്യരാണ്. നാം ഓരോരുത്തരും യേശുക്രിസ്തുവിനെ പോലെ ഭോഷ്ക് പറയുന്നവരായി നിലനിൽക്കുവാൻ തക്കവണ്ണം പാടില്ല. വായിൽ യാതൊരു വിധമായ കളങ്കവുമില്ലാത്തവരായി നിലനിൽക്കുവാൻ തക്കവണ്ണം എന്നെയും നിങ്ങളെയും പരിശുദ്ധനായ കർത്താവ് വിളിച്ചു വേർതിരിച്ചിരിക്കുകയാണ്. ഇതേ സത്യം അപ്പോസ്തലനായ പൗലോസ് എഫെസ്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ ആവർത്തിച്ചിരിക്കുന്നു. നാം എപ്രകാരം ജീവിക്കേണ്ടിയവരാണ് എന്ന് വ്യക്തമായി സുവിശേഷങ്ങളിലൂടെ, തൻ്റെ ലേഖനങ്ങളിലൂടെ അപ്പോസ്തലനായ പൗലോസും ശേഷം അപ്പോസ്തലന്മാരും വ്യക്തമായി പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നിരിക്കുന്നു. എനിക്കും നിങ്ങൾക്കും യേശുക്രിസ്തുവിനെ പോലെ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ ജനത്തെ പോലെ 144,000 പേർ അവർ ഭോഷ്കില്ലാത്തവരായിരുന്നു. വായിൽ യാതൊരു വിധമായ ഭോഷ്കമില്ലാത്തവരായി നിലനിൽക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നവരായിരുന്നു. ആ ഒരു സ്വഭാവ സവിശേഷതയാൽ അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായി തീർന്നുവെന്ന് അടിവരയിട്ട് ദൈവത്തിൻ്റെ ഈ തിരുവെഴുത്തുകൾ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. എനിക്കും നിങ്ങൾക്കും അപ്രകാരം can I live in this world without having guile in my mouth? എൻ്റെ വായിൽ യാതൊരു വിധമായ ഭോഷ്കം ഇല്ലാത്ത വിധത്തിൽ ഈ ലോകത്തിൽ ദൈവത്തിന് കൊള്ളാകുന്നവനായി യേശുക്രിസ്തുവിനെ പോലെ അപ്പോസ്തലന്മാരെ പോലെ 144,000 പേരുടെ ആ സംഖ്യയിൽ എണ്ണപ്പെടുവാൻ തക്കവണ്ണം എനിക്കും സാധിക്കേണ്ടതിന്. കാരണം 144,000 പേരുടെ വായിൽ ഭോഷ്കില്ല. അപ്രകാരം ആ ഗണത്തിൽ എണ്ണപ്പെടുവാൻ നമുക്കേവർക്കും കഴിയണമെങ്കിൽ ഞാനും ഭോഷ്കില്ലാത്ത ഒരു മനുഷ്യനായി രൂപാന്തരപ്പെടണം. എൻ്റെ ജീവിതം അപ്രകാരമായിരുന്നില്ല. വായിൽ നിറയെ ഭോഷ്കായിരുന്നു. ആ ഭോഷ്കില്ലായ്മയുടെ അനുഭവത്തിലേക്ക് ഒരു മടങ്ങി വരവിന് പരിശുദ്ധനായ ദൈവം നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്, ഓർമ്മിപ്പിക്കുകയാണ്. 1 പത്രോസ് 1-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ തിരുവെഴുത്തുകൾ പറയുന്നു, കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. വീണ്ടും നാം ഓരോരുത്തരും ജനിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനം നാം ദിനംതോറും ധ്യാനിക്കുന്നതിലൂടെ, ദൈവത്തിൻ്റെ വചനത്തെ നാം ദിനംതോറും ഭക്ഷിക്കുന്നതിലൂടെ, നാം ദിനംതോറും ധ്യാനം ചെയ്യുന്നതിലൂടെ നമ്മുടെ ജീവിതങ്ങളിൽ രൂപാന്തരം സംഭവിക്കുകയും നമ്മുടെ മ്ലേച്ഛകരമായ ഭോഷ്കിൻ്റെ ആത്മാവ് നമ്മെ വിട്ട് മാറുകയും നാം ദൈവികമായവയെ ചിന്തിക്കുവാൻ, ദൈവികമായവയെ സംസാരിക്കുവാൻ തക്കവണ്ണം ശക്തിയുള്ളവരായി, രൂപാന്തരം പ്രാപിച്ചവരായി മാറുകയും ചെയ്യും എന്ന് നമ്മെ അപ്പോസ്തലനായ പൗലോസ് വ്യക്തമായി ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, 1 പത്രോസ് 2-ാം അധ്യായം 1 മുതൽ 3 വരെ ആയതുകൊണ്ട് കർത്താവായി ദൈവത്തിൻ്റെ ദാസൻ ഇപ്രകാരം പറയുന്നു, ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെപ്പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ തക്കവണ്ണം വാഞ്ചിപ്പിൻ. ലേ അസൈഡ് ഓൾ മാലിസ് ആൻഡ് ഗായ്. വീണ്ടും അതേ ആ ഗൈൽ എന്ന പദപ്രയോഗം അപ്പോസ്തലനായ പത്രോസ് ഉപയോഗിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നിരിക്കുന്നു. സകല വ്യാജഭാവവും മാറ്റിക്കളഞ്ഞ്, എല്ലാവിധമായ വായുടെ ഭോഷ്കുകളെയും അകറ്റിക്കളഞ്ഞ് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ നിഷ്കളങ്കരായി, നേരുള്ളവരായി, നിർമ്മലരായി നിലനിൽക്കുവാൻ തക്കവണ്ണം അപ്പോസ്തലനായ പത്രോസ് നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. ഹൗ ക്യാൻ വി ഡു ദാറ്റ്? നമുക്ക് അപ്രകാരം ആ ഒരു സ്വഭാവ സവിശേഷതയിൽ എത്തിച്ചേരുവാൻ എപ്രകാരം നമുക്കേവർക്കും സാധിക്കില്ലേ? അല്ലെങ്കിൽ ആ ദൈവത്തിൻ്റെ വചനം യാതൊരു വിധമായ മടുപ്പും കൂടാതെ constantly studying God's word by feeding the word of God every day, that change will occur in my life, in your life. എൻ്റെയും നിങ്ങളുടെയും ജീവിതങ്ങളിൽ ദൈവത്തിൻ്റെ വചനം ദിനംതോറും ഭക്ഷിക്കുന്നതിലൂടെ, ദിനംതോറും ധ്യാനിക്കുന്നതിലൂടെ, അവയെ നമ്മുടെ ചിന്തയിൽ എപ്പോഴും നിറയ്ക്കുന്നതിലൂടെ നമുക്ക് ആ ഒരു ഭോഷ്കിൻ്റെ അനുഭവത്തിൽ നിന്നും എഴുന്നേറ്റ് കടന്നു വരുവാൻ തക്കവണ്ണം സാധിക്കും എന്ന് നമ്മെ ദൈവത്തിൻ്റെ തിരുവെഴുത്തുകൾ ഓർമ്മിപ്പിക്കുകയാണ്.
1 പത്രോസ് 3-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ ലെറ്റ് ഹിം റിഫ്രൈൻ ഹിസ് ടങ് ഫ്രം ഈവിൾ ആൻഡ് ഹിസ് ലിപ്സ് ഫ്രം ദാറ്റ് ദേ സ്പീക്ക് നോ ഗായിൽ. ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ തൻ്റെ നാവിനെയും വ്യാജം പറയാതെ തൻ്റെ അധരത്തെയും അടക്കിക്കൊള്ളട്ടെ. നാം ജീവനെ കാണുവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, നാം ഓരോരുത്തരും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുന്നവരാണെങ്കിൽ, നമ്മോട് പരിശുദ്ധനായ ദൈവം ആഹ്വാനം ചെയ്യുന്നു, ദോഷം ചെയ്യാതെ തൻ്റെ നാവിനെയും വ്യാജം പറയാതെ തൻ്റെ അധരത്തെയും അടക്കിക്കൊള്ളണം. എന്തുകൊണ്ടാണ് ഇത് അത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നത്? നാം വേഗത്തിൽ മനസ്സിലാക്കുവാൻ പോവുകയാണ്. 34-ാം സങ്കീർത്തനം അതിൻ്റെ 11 മുതൽ 15 വരെ നാം വായിക്കുവാൻ തക്കവണ്ണം ഇടയായാൽ അവിടെ ഒരു വേദഭാഗത്തിൽ ഇപ്രകാരം പറയുന്നു: ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ അധരത്തെയും കാത്തുകൊള്ളുക. ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ അധരത്തെയും കാത്തുകൊള്ളുക എന്ന് ദൈവത്തിൻ്റെ തിരുവെഴുത്തുകൾ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നാം ബോഷ്കില്ലാത്തവരായി നിലനിൽക്കുവാൻ തക്കവണ്ണം 144,000 പേർ ബോഷ്കില്ലാത്തവരായി നിലനിൽക്കുവാൻ പരിശുദ്ധനായ ദൈവം ഇടവരുത്തിയ പ്രകാരം നാം ഓരോരുത്തരും നിലനിൽക്കേണ്ടതിന് കർത്താവായ ദൈവം നമ്മെ വിളിക്കുകയാണ് എന്ന് ഈ പകൽക്കാലം പരിശുദ്ധനായ കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായത്തിൽ നമ്മുടെ നാവിനെ കുറിച്ച് ധാരാളം കാര്യാദികൾ വേദപുസ്തകം നമ്മെക്കുറിച്ച് ബോധ്യപ്പെടുത്തുന്നു. 3-ാം അധ്യായം 1 മുതൽ 3 വരെ പല കാര്യങ്ങൾ പറയുന്നു. സഹോദരന്മാരെ, അധികം ശിക്ഷാവിധി വരുമെന്ന് നിങ്ങൾ അറിഞ്ഞ് നിങ്ങളിൽ അനേകർ ഉപദേഷ്ടാക്കന്മാരാകരുത്. നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. ഒരുത്തൻ വാക്കിൽ തെറ്റാതെ ഇരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തനായി സൽഗുണ പൂർത്തിയുള്ള പുരുഷൻ ആകുന്നു. നാം ശ്രദ്ധിക്കേണ്ടിയത്, നമ്മുടെ വാക്കിൽ നാം തെറ്റാതെ ഇരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തനായി സൽഗുണ പൂർത്തിയുള്ള പുരുഷനാകുന്നു. ഹി വിൽ ബിക്കം എ പെർഫെക്റ്റ് മാൻ. സൽഗുണ പൂർത്തിയുള്ള ഒരു പുരുഷൻ ആകുന്നു. ഇവിടെ വീണ്ടും നാവിനെ കുറിച്ച് പറയുന്നു. അങ്ങനെ നാവും ചെറിയ അവയവം എങ്കിലും വളരെ വമ്പ് പറയുന്നു. കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു. നാവും ഒരു തീ തന്നെ. അത് നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ അനീതി ലോകമായി ദേഹത്തെ മുഴുവനും മലിനമാക്കി തീർത്തിരിക്കുന്നു. മൃഗം, പക്ഷി, ഇഴജാതി, ജലജന്തു ഈ വക എല്ലാം മനുഷ്യജാതിയോട് മെരുങ്ങുന്നു, മെരുങ്ങിയിരിക്കുന്നു. നാവിനെയോ മനുഷ്യർക്കാർക്കും മെരുക്കാവുന്നതല്ല. അതടങ്ങാത്ത ദോഷം, മരണകരമായ വിഷം നിറഞ്ഞത്. എത്രമാത്രം പ്രാധാന്യമേറിയ ഒരു കാര്യത്തെക്കുറിച്ചാണ് പരിശുദ്ധനായ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അത് അടങ്ങാത്ത വിഷം, അത് മനുഷ്യർക്കാർക്കും മെരുക്കുവാൻ കഴിയുന്നതല്ല. അത് പരിശുദ്ധനായ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു മനുഷ്യന് മാത്രമേ സാധ്യമാവുകയുള്ളൂ. 144,000 പേർ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ കരങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട്, അവരുടെ പാപകരമായ ആ വ്യാജം പറയുന്ന സ്വഭാവത്തെ അതിജീവിച്ച് ബോഷ്കില്ലാത്ത നാവുള്ളവരായി, കളങ്കമില്ലാത്തവരായി, യേശുവിനെ പോലെ രൂപാന്തരപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നവർ ആയിരുന്നു. അതുകൊണ്ടാണ് മിസ്സസ് വൈറ്റ് ഒരു പുസ്തകത്തിൽ ഇപ്രകാരം ഒരു കാര്യം പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഇൻ ദ ബുക്ക് റിവ്യൻ ഹെറൽഡ്, May 26, 1904, അവിടെ മിസ്സസ് വൈറ്റ് ഇപ്രകാരം ഒരു കാര്യം സൂചിപ്പിച്ചിരിക്കുന്നു: through the help that Christ can give, we shall be able to learn to bridle the tongue. Sorely as he was tried on the point of hasty and angry speech, he never once sinned with his lips. With patient calmness, he met the sneers, the taunts and the ridiculous of his fellow workers at the carpenter's bench. ഇവിടെ യേശുക്രിസ്തുവിനെ കുറിച്ച് മിസ്സസ് വൈറ്റ് പറയുകയാണ്, അവൻ പലവിധമായ ശോധനകളിലൂടെ ബോഷ്ക് പറയുന്നവരുടെ മധ്യത്തിൽ വേല ചെയ്യുവാൻ തക്കവണ്ണം വിളിക്കപ്പെട്ടതായ നാളുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ആ സമയത്തൊക്കെ യേശുക്രിസ്തു അത് കേൾക്കുവാൻ തക്കവണ്ണം ഇടയായിട്ടും അവരുടെ ചിന്തകൾ ബോഷ്കിലേക്ക് മാറിപ്പോകാതിരിക്കത്തക്കവണ്ണം വേഗത്തിൽ അവരുടെ സംസാരത്തെ മാറ്റി കളയത്തക്ക വിധത്തിൽ വേഗത്തിൽ ഒരു പാട്ട് പാടുകയോ വേഗത്തിൽ ചില വചനങ്ങൾ അപ്രകാരം അവരുടെ മുൻപാകെ പറയുകയോ ചെയ്തുകൊണ്ട് ആ സാഹചര്യങ്ങളെ മാറ്റിമറിക്കുവാൻ യേശു എല്ലായ്പ്പോഴും ശ്രമിക്കുക പതിവായിരുന്നു. കാരണം യേശു അപ്രകാരം പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ ബോഷ്കുള്ളവരുടെ നടുവിൽ വസിക്കുവാൻ തക്കവണ്ണം ഇടയായി
ഉണ്ടായിട്ടും ബോഷ്കില്ലാത്തവനായി ജീവിച്ചത് എല്ലായ്പ്പോഴും ദൈവത്തിൻ്റെ വചനത്തെ ധ്യാനിച്ചതിലൂടെയും എല്ലായ്പ്പോഴും ദൈവത്തിൻ്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുവാൻ തക്കവണ്ണം ഇടയായതിലൂടെ പ്രതിസന്ധികൾ തൻ്റെ സമീപത്തിൽ അടുത്തു വന്നപ്പോൾ ബോഷ്കുള്ളവർ കൂടി വന്ന് ബോഷ്കിൻ്റെതായ കാര്യാദികൾ സംസാരിക്കുവാൻ തക്കവണ്ണം ഇടയായപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ച് മിസ്സസ് വൈറ്റ് പറയുന്നു, he always kept a song in his lip, always he began to sing a song so that these influences will go away from him. ഇപ്രകാരമുള്ളതായ അനുഭവങ്ങൾ ഓടി മാറി പോകുവാൻ ഇടയായി തീർന്നു എന്ന് നമ്മെ പരിശുദ്ധനായ കർത്താവ് ഈ ശുശ്രൂഷയിലൂടെ യേശുവിൻ്റെ അനുഭവത്തിലൂടെ ഓർമ്മിപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായി. ഇന്നത്തെ ഈ ലോകത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് നാം പരിശോധിക്കുവാൻ തക്കവണ്ണം ഇടയായാൽ ഈ 144,000 പേർ ജീവിച്ചിരിക്കുന്നതായ ഈ കാലത്തിൽ എത്രമാത്രം വഞ്ചനയും എത്രമാത്രം ഭോഷ്കം ഈ ലോകത്തിൽ നിറയപ്പെട്ടിരിക്കുന്നുവെന്ന് വേദപുസ്തകം അടിവരയിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ ലോകത്തിലെ സാഹചര്യങ്ങൾ നാം നോക്കുവാൻ തക്കവണ്ണം ഇടയായാൽ അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്ന് നീ അറിയുക. മനുഷ്യർ സ്വസ്നേഹികളായി, വമ്പ് പറയുന്നവരായി, അഹങ്കാരികളായി, ദൈവദൂഷണം പറയുന്നവരായി നിലനിൽക്കുവാൻ തക്കവണ്ണം ഇടയായിരിക്കുന്ന ഈ നാളുകളിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ബോഷ്കില്ലാത്തവരായി, കളങ്കമില്ലാത്തവരായി, നിർമ്മലന്മാരായി, നിർദോഷികളായി, നിഷ്കളങ്കന്മാരായി യേശുവിനെ പോലെ ജീവിക്കുക എന്നത് ഇറ്റ് ഈസ് നോട്ട് ഈസി. അതൊരു വലിയൊരു വെല്ലുവിളിയാണ് എന്ന് നമ്മെ പരിശുദ്ധനായ കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ്. എന്നാൽ 144,000 പേർ ഈ വെല്ലുവിളികളുടെ നടുവിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെയും സകലവിധമായ ഭോഷ്കിൻ്റെ പ്രവൃത്തികളെയും വിട്ടൊഴിഞ്ഞ് അവരുടെ നാവ് വ്യാജം പറയാതെ അവർ എല്ലായ്പ്പോഴും സത്യം മാത്രം സംസാരിക്കുന്ന ഒരു സ്വഭാവ സവിശേഷതകളാൽ രൂപാന്തരം പ്രാപിച്ചവരാണ് എന്ന് നമ്മെ തിരുവെഴുത്തുകൾ ഓർമ്മിപ്പിക്കുന്നു. ഈ ലോകത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് വേദപുസ്തകം വ്യക്തമായി പറയുന്ന ചില വാക്യങ്ങളിലൂടെ നാം വേഗത്തിൽ സഞ്ചരിക്കുകയാണ്. ഇരമ്യാവിൻ്റെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 5-6 വാക്യങ്ങളിൽ ഇപ്രകാരം വചനം പറയുന്നു, അവർ ഓരോരുത്തനും താൻ്റെ കൂട്ടുകാരനെ ചതിക്കും, സത്യം സംസാരിക്കുകയില്ല, വ്യാജം സംസാരിപ്പാൻ അവർ നാവിനെ അഭ്യസിപ്പിച്ചിരിക്കുന്നു, നീതികേട് പ്രവർത്തിപ്പാൻ അവർ അധ്വാനിക്കുന്നു, നിന്റെ വാസം വഞ്ചനയുടെ നടുവിൽ ആകുന്നു, വഞ്ചന നിമിത്തം അവർ എന്നെ അറിയുവാൻ നിരസിക്കുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. പ്രിയപ്പെട്ടവരെ, അത്രമാത്രം വ്യാജം, അകൃത്യം ഇന്ന് ഭൂമിയിൽ നിറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് യെശയ്യാവ് പറയുന്നു 59-ാം അധ്യായം അതിൻ്റെ 13 മുതൽ 16 വരെ, അതിക്രമം ചെയ്ത് യഹോവയെ നിഷേധിക്കുക, ഞങ്ങളുടെ ദൈവത്തെ വിട്ടുമാറുക, പീഡനവും മത്സരവും സംസാരിക്കുക, വ്യാജ വാക്കുകളെ ഗർഭം ധരിച്ച് ഹൃദയത്തിൽ നിന്നും ഉച്ചരിക്കുക എന്നിവ തന്നെ. അങ്ങനെ ന്യായം പിന്മാറി നീതി അകന്നു നിൽക്കുന്നു, സത്യം വീതിയിൽ ഇടറുന്നു, നേരിനെ കടപ്പാൻ കഴിയുന്നതുമില്ല, സത്യം കാണാതെയായി ദോഷം വിട്ടകലുന്നവർ കവർച്ചയായി ഭവിക്കുന്നു. യഹോവ അത് കണ്ടിട്ട് ന്യായം ഇല്ലായ്ക നിമിത്തം അവന് അനിഷ്ടം തോന്നുന്നു. ആരും ഇല്ലെന്ന് അവൻ കണ്ടു, പക്ഷവാദം ചെയ്യുവാൻ ആരും ഇല്ലായ്കയാൽ ആശ്ചര്യപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ഇന്ന് വ്യാജം നിറയുകയാണ്. പണത്തിനു വേണ്ടി, അധികമായ പാപത്തിനു വേണ്ടി, അകൃത്യത്തിനു വേണ്ടി നിലനിൽക്കുന്ന, വായ തുറക്കുന്ന സമൂഹത്തിന് നടുവിൽ ഞാൻ നിങ്ങളും ജീവിച്ചിരിക്കുകയാണ്. എനിക്കും നിങ്ങൾക്കും 144,000 പേരെ പോലെ, യേശുവിനെ പോലെ യാതൊരു വിധമായ കളങ്കവുമില്ലാത്തവരായി, ഒരു വ്യാജവും വായിലില്ലാത്തവരായി നിലനിൽക്കുവാൻ തക്കവണ്ണം സാധിക്കും എന്ന് നമ്മെ തിരുവെഴുത്തുകൾ ഓർമ്മിപ്പിക്കുകയാണ്. സദൃശവാക്യങ്ങളുടെ പുസ്തകം 23-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ തിരുവെഴുത്തുകൾ വ്യക്തമായി പറയുന്നു. എന്താണ് പറയുന്നത്? 23-ാം അധ്യായം 7-ാമത്തെ വാക്യം, ആസ് ഹി തിങ്കത്ത് ഇൻ ഹിസ് ഹാർട്ട് സോ ഈസ് ഹി. ഒരു മനുഷ്യൻ ഹൃദയത്തിൽ കണക്ക് കൂട്ടുന്നത് പോലെ, ചിന്തിക്കുന്നത് പോലെ ഒരു മനുഷ്യൻ ആസ് ഹി തിങ്കത്ത് ഇൻ ഹിസ് ഹാർട്ട് സോ ഈസ് ഹി എന്ന് അപ്രകാരം തിരുവെഴുത്തുകൾ പറയുന്നു. മത്തായിയുടെ പുസ്തകം 15-ാമത്തെ അധ്യായത്തിൽ 18-19 വാക്യങ്ങളിൽ ഇപ്രകാരം ദൈവത്തിൻ്റെ തിരുവെഴുത്തുകൾ പറയുന്നു. നാം വേഗത്തിൽ ശ്രദ്ധിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ ലോകത്തിൽ മനുഷ്യർ ബോഷ്ക്ക് സംസാരിക്കുന്നത്? എന്തുകൊണ്ടാണ് നാം ബോഷ്കിൻ്റെ മക്കളായി തീരുവാൻ തക്കവണ്ണം ഇടയായത്? എന്താണ് പ്രധാനപ്പെട്ട കാരണം എന്ന് ദൈവത്തിൻ്റെ തിരുവെഴുത്ത് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. മത്തായി 15 അതിൻ്റെ 18 മുതൽ 19 വരെ, വായിൽ നിന്ന് പുറപ്പെടുന്നതോ, എവിടെ നിന്ന് വരുന്നു? വായിൽ നിന്ന് പുറപ്പെടുന്നതോ ഹൃദയത്തിൽ
ഗൃഹത്തിൽ നിന്നും വരുന്നു. അത് മനുഷ്യനെ അശുദ്ധമാക്കുന്നു. എങ്ങനെയെന്നാൽ ദുഷ്ചിന്ത, കുലപാതകം, വ്യഭിചാരം, പരസംഗം, മോഷണം, കള്ളസാക്ഷ്യം, ദൂഷണം എന്നിവ ഹൃദയത്തിൽ നിന്നും വരുന്നു. ഇതത്രേ മനുഷ്യനെ അശുദ്ധമാക്കുന്നത്. ഒരു മനുഷ്യൻ വായിലൂടെ ഭോഷ്ക് പറയുന്നുവെങ്കിലും ദൈവത്തിന് തിരുവെഴുത്ത് അപ്രകാരമുള്ളവരെ കുറിച്ച് വ്യക്തമായി പറയുന്നു. അവൻ വായിലൂടെ സംസാരിക്കുന്നത് അവൻ്റെ ഹൃദയത്തിലുള്ളവയെ ആണ്. ഔട്ട് ഓഫ് ദി അബണ്ടൻസ് ഓഫ് ഹിസ് ഹാർട്ട് ദ മൗത്ത് സ്പീക്കത്ത്. വേദപുസ്തകം വ്യക്തമായി പറയുന്നു, എന്താണോ വായ സംസാരിക്കുന്നത് അത് ഹൃദയത്തിലുള്ളതിനെയാണ് ആ വായ സംസാരിക്കുന്നത് എന്ന് വ്യക്തമായി ദൈവത്തിൻ്റെ തിരുവെഴുത്തുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മത്തായിയുടെ പുസ്തകം 12-ാം അധ്യായം 34-ാമത്തെ വാക്യത്തിൽ വചനം പറയുന്നു, ഹൃദയം നിറഞ്ഞ് കവിയുന്നതിൽ നിന്നല്ലോ വായ സംസാരിക്കുന്നത്. ഔട്ട് ഓഫ് ദി അബണ്ടൻസ് ഓഫ് ദ ഹാർട്ട് ദ മൗത്ത് സ്പീക്കത്ത്. ഹൃദയം നിറഞ്ഞ് കവിയുന്നതിൽ നിന്നല്ലോ വായ സംസാരിക്കുന്നത്. നാം എന്ത് സംസാരിക്കുന്നുവോ, എന്തൊക്കെ സംസാരിക്കുന്നുവോ അതിൻ്റെ ഒക്കെയും ഒറിജിൻ എന്നത് നമ്മുടെ ഹൃദയത്തിൽ നിന്നുമാണ്. ആയതിനാൽ നാം ഭോഷ്ക് സംസാരിക്കുന്നവരാണെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നാം ഹൃദയത്തിൽ ഭോഷ്കുള്ളവരാണ് എന്നതുകൊണ്ടത്രേ. നാം ഹൃദയത്തെ ശുദ്ധീകരിക്കാതെ എത്രമാത്രം പരിശ്രമിച്ചാലും നമുക്ക് ഭോഷ്കില്ലാത്തവരായി നിലനിൽക്കുവാൻ തക്കവണ്ണം സാധിക്കുകയില്ല. എനിക്കും നിങ്ങൾക്കും 144,000 പേരുടെ ആ മഹത്വകരമായ സംഖ്യയുടെ ഭാഗമായി തീരുവാൻ തക്കവണ്ണം സാധിക്കണമെങ്കിൽ, ദൈവത്തിൻ്റെ ജനമായി എണ്ണപ്പെടുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണമെങ്കിൽ, നാം ഓരോരുത്തരും വചനം പറഞ്ഞിരിക്കുന്ന പ്രകാരം വായിൽ ഭോഷ്കില്ലാത്തവരായി, കളങ്കമില്ലാത്തവരായി തീരുവാൻ തക്കവണ്ണം സാധിക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തിന് അത് സാധ്യമാക്കുവാൻ തക്കവണ്ണം ചില പദ്ധതികൾ വചനത്തിൽ ഉള്ളതായി നമ്മോട് തിരുവെഴുത്തുകൾ ഓർമ്മിപ്പിക്കുന്നു. എനിക്കും നിങ്ങൾക്കും വായിൽ ഭോഷ്കില്ലാത്തവരായി, കളങ്കമില്ലാത്തവരായി, ഹൃദയം ദൈവത്താൽ ശുദ്ധീകരിക്കപ്പെട്ട് നീതിയായത് മാത്രം, നന്മയായത് മാത്രം, നീതിയായത് മാത്രം, നന്മയായത് മാത്രം സംസാരിക്കുവാൻ തക്കവണ്ണം സാധ്യമാകേണ്ടതിന് ദൈവത്തിൻ്റെ ആ പദ്ധതിയുടെ ഭാഗമാകുവാൻ തക്കവണ്ണം പരിശുദ്ധനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ വായ് എന്തുകൊണ്ടാണ് ഭോഷ്ക് സംസാരിക്കുന്നത്? നമുക്ക് ഈ ഭോഷ്കാകുന്ന വായുടെ ഈ പാപത്തെ എങ്ങനെ തരണം ചെയ്യാം? 144,000 പേർ എപ്രകാരമാണ് വായിൽ ഭോഷ്കില്ലാത്തവരായി, യാതൊരു വിധമായ കളങ്കവുമില്ലാത്തവരായി രൂപാന്തരപ്പെട്ടത്? നാം വായിൽ ഭോഷ്കില്ലാത്തവരായി, യാതൊരു വിധമായ കളങ്കവുമില്ലാത്തവരായി തീരുവാൻ തക്കവണ്ണം ഹൃദയത്തിൽ ആഗ്രഹിക്കുന്നുവോ? നമ്മുടെ ആഗ്രഹം വാസ്തവമായും സത്യമാണെങ്കിൽ, നമ്മുടെ ആഗ്രഹം ദൈവമേ അതെ ഞാൻ 144,000 പേരെ പോലെ യാതൊരു വിധമായ കളങ്കവുമില്ലാത്തവനായി, വായിൽ യാതൊരു വിധമായ ഭോഷ്കമില്ലാത്തവനായി യേശുവിനെ പോലെ രൂപാന്തരപ്പെട്ട് അവിടുത്തെ സന്നിധി മുൻപാകെ നിൽക്കപ്പെടുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് ദൈവത്തിൻ്റെ ഒരു അത്ഭുതകരമായ പദ്ധതിയുണ്ട് പ്രിയപ്പെട്ടവരെ. ആ പദ്ധതി എന്താണ് എന്ന് നാം ബോധ്യപ്പെട്ടാൽ, ദൈവത്തിൻ്റെ ആ പ്രവൃത്തി, ദൈവം അപ്രകാരം ആ ഭോഷ്കില്ലാത്ത ഒരു മനുഷ്യനെ ഭോഷ്കിൽ ജീവിക്കുവാൻ തക്കവണ്ണം ഇടയായ, ഭോഷ്ക് സംസാരിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നുകൊണ്ടിരുന്ന ഒരു മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്നതിന് ദൈവത്തിന് ചില പദ്ധതികളുണ്ട് എന്ന് തിരുവെഴുത്തുകൾ വ്യക്തമായി നമ്മോട് പറയുന്നു. ആ സത്യം നാം ഓരോരുത്തരും മനസ്സിലാക്കണം. ഒരു കാര്യം ഇന്ന് പകൽക്കാലം നിങ്ങൾ ഓരോരുത്തരും ഹൃദയത്തിൽ ഏറ്റെടുക്കുക. 144,000 പേർ വായിൽ ഭോഷ്കില്ലാത്തവരും യാതൊരു വിധമായ കളങ്കവും ഇല്ലാത്തവരായിരുന്നു. അവർ യേശുവിനെ പോലെയായിരുന്നു. അപ്പോസ്തലന്മാരും അപ്രകാരം തൻ്റെ ജനങ്ങളായിരിക്കണം എന്ന് ഈ ലോകത്തോട് ആഹ്വാനം ചെയ്തവരാണ്. നാം ഓരോരുത്തരും ഇന്ന് ഭോഷ്ക് സംസാരിക്കുന്നവരായി നിലനിൽക്കുന്നു, കളങ്കമുള്ളവരായി നിലനിൽക്കുന്നു. എന്നാൽ നമ്മെ രൂപാന്തരപ്പെടുത്തുവാൻ നാം ഓരോരുത്തരും ഭോഷ്കില്ലാത്തവരും കളങ്കമില്ലാത്തവരുമായി യേശുവിനെ പോലെ ഉയർത്തെഴുന്നേൽക്കേണ്ടതിന്, അവൻ്റെ വരവിന് വേണ്ടി തയ്യാറെടുക്കേണ്ടതിന് അത്ഭുതകരമായ ഒരു പദ്ധതി കർത്താവായ യേശു ക്രിസ്തു വിഭാവനം ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ആ സത്യമാണ് പ്രിയപ്പെട്ടവരെ ശേഷിപ്പ് സഭയായി നമുക്ക് ദൈവം നൽകുവാൻ തക്കവണ്ണം ഇടയായത്. ആ സത്യം എന്താണെന്ന് നാം വരും നാളുകളിൽ ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും തക്കവണ്ണം കടന്നു പോവുകയാണ്. ഞാൻ നിങ്ങളും ഇന്ന് വായ തുറന്നാൽ ഭോഷ്ക് പറയുന്നവരും, കളങ്കം സംസാരിക്കുന്നവരും, പൊട്ടച്ചൊല്ല്, കളിവാക്ക്, കുത്തുവാക്കുകൾ ഇവയൊക്കെ പറയുന്നവരായി ഇന്നും ഭോഷ്കിൻ്റെ മക്കളായി, സാത്താൻ്റെ സന്തതികളായി നിലനിൽക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നിരിക്കുന്നുവെങ്കിൽ, ഇന്നും ഞാൻ എന്തുകൊണ്ടാണ് കർത്താവെ ഇപ്രകാരം സംസാരിച്ചു പോകുന്നത് എന്ന് ചിന്തിച്ച് ഭാരപ്പെടുന്നവരായി തീരുന്നവരാണെങ്കിൽ,
നമുക്കായി ദൈവം അത്ഭുതകരമായൊരു പദ്ധതിയെ വിഭാവനം ചെയ്തിരിക്കുകയാണ്. ആ പദ്ധതിയെക്കുറിച്ച് മനസ്സിലാക്കുവാൻ വരും നാളുകളിലായി നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് ദൈവത്തിന് മുൻപാകെ സമർപ്പിക്കാം. ആ ഒരു സമർപ്പണത്തിലൂടെ നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു ചെല്ലുവാൻ തക്കവണ്ണമിടയായാൽ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വചനത്തിൽ ജീവിച്ച് യേശു ക്രിസ്തു മ്ലേച്ഛതയുടെയും ഭോഷ്കിൻ്റെയും സകലവിധമായ തിന്മകളുടെയും നടുവിൽ നിഷ്കളങ്കനും നേരുള്ളവനും നന്മയുള്ളവനും ഒക്കെയായി നിലനിന്ന പ്രകാരം ജീവിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കും. ആ ഒരു അനുഭവത്തിന് വേണ്ടി ഇന്ന് പകൽക്കാലം നമുക്കേവർക്കും നമ്മെ തന്നെ സമർപ്പിക്കാം. ശേഷമുള്ള അല്പസമയം അത്ഭുതകരമായ ഒരു സാക്ഷ്യത്തിൻ്റെ കേൾവിക്കായി നാം നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കുകയാണ്. മ്ലേച്ഛതയുടെയും ദുഷ്ടതയുടെയും അന്ധവിശ്വാസത്തിൻ്റെയും ഒക്കെ നടുവിൽ ജീവിക്കുവാൻ തക്കവണ്ണം ഇടയായ ഒരു മനുഷ്യനെ ദൈവം എപ്രകാരം വിളിച്ചു വേർതിരിച്ചു, എപ്രകാരമാണ് ആ അന്ധവിശ്വാസങ്ങളുടെയും ആ പാരമ്പര്യത്തിൻ്റെയും കെട്ടുകളെ പൊട്ടിച്ച് സത്യത്തിന് വേണ്ടി ധീരമായ ഒരു തീരുമാനമെടുത്ത് ഇറങ്ങി പുറപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നുവെന്ന് ഒരു സാക്ഷ്യത്തിലൂടെ നാം ശേഷമുള്ള ചില സമയം ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും ദൈവത്തിൻ്റെ സാക്ഷ്യത്തിലൂടെ നാം കേൾക്കുവാൻ തക്കവണ്ണം കടന്നു പോവുകയാണ്. ശേഷമുള്ള അല്പസമയം എൽഡർ കളത്തിൽ വർഗീസ് അവറുകൾ നമ്മുടെ മുൻപാകെ കടന്നു വന്ന് ദൈവം അദ്ദേഹത്തിലൂടെ ചെയ്യുവാനിടയായ അത്ഭുതകരമായ ആ സാക്ഷ്യത്തെ കേൾക്കുവാനും ഈ ശബദിൽ അപ്രകാരം അനുഗ്രഹിക്കപ്പെടുവാനും പരിശുദ്ധനായ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ഈ സമയം ശേഷമുള്ള അല്പസമയം എൽഡർ കളത്തിൽ വർഗീസ് അവറുകൾ നമ്മോട് അദ്ദേഹത്തിൻ്റെ ജീവിത കഥയും അദ്ദേഹത്തിൻ്റെ എളിയ സാക്ഷ്യവും പങ്കുവയ്ക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തുതി. ഇവിടെ വന്ന് ഈ കുറ്റപ്പുഴയിൽ യൂട്യൂബിൽ കൂടെ ഒരു പ്രസംഗം നടത്തുവാൻ എൻ്റെ ഒരു വളരെ നാളത്തെ ആഗ്രഹമായിരുന്നു. അത് സാധിച്ചു തന്നതായ ഇതിൻ്റെ ഭാരവാഹികളായ ലാലു സാറ്, പാസ്റ്റർ രാജേഷ്, പിന്നെ ഇവിടെ കൂടെയിരിക്കുന്ന ഇത് ചെയ്യുന്ന ആളുകൾ, ഇവർക്കെല്ലാം ഞാൻ എൻ്റെ താങ്ക്സ്, നന്ദി രേഖപ്പെടുത്തുന്നു. ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നതായ കാര്യം എന്നെക്കുറിച്ചാണ്. ഞാൻ എങ്ങനെ ഈ സെവൻത് ഡേ വിശ്വാസത്തിൽ വന്നു. ഞാൻ ഒരു ഓർത്തഡോക്സ് വിഭാഗത്തിൽ ഒരു സമ്പന്ന കുടുംബത്തിൽ തലവടിയിൽ ജനിച്ച ആളാണ്. ഞാൻ കർണാടകത്തു നിന്ന് ബാച്ചിലർ ഓഫ് എൻജിനീയറിംഗ് ഡിഗ്രി സമ്പാദിച്ചു. അതിനുശേഷം ഞാൻ എൻ്റെ മാസ്റ്റേഴ്സ് ഡിഗ്രി സാധിച്ചത് സ്കൂൾ ഓഫ് പ്ലാനിംഗ് ആൻഡ് ആർക്കിടെക്ചർ, ന്യൂഡൽഹി. അതിനുശേഷം ഞാൻ ഇവിടെ ടൗൺ പ്ലാനറായി, എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിന് സമമായ ഒരു ജോലിയാണ് അത് ചെയ്ത് ഞാൻ ഇടുക്കിയിലിരിക്കുമ്പോഴാണ് ഇങ്ങനെ അമേരിക്കയിലേക്ക് പോകാനുള്ളതായ ഒരു സാധ്യത വന്നത്. അപ്പോൾ ഞാനത് സ്വീകരിച്ചു. അമേരിക്കയിൽ പോയി ഞാൻ ഉപരിപഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വേളയിലാണ് എനിക്ക് ജോലി കിട്ടിയത്. അവിടുത്തെ സിറ്റി ഓഫ് ഫിലാഡൽഫിയയിലെ വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റിലെ എൻജിനീയറായിട്ട് എനിക്ക് ജോലി കിട്ടി. അതിന് ദൈവത്തിന് സ്തോത്രം. കാരണം അധികം ആളുകൾക്കൊന്നും അവിടെ ചെന്നിട്ട് പ്രത്യേകിച്ച് മധ്യവയസ്കരായ ആളുകൾക്ക് അവിടെ ചെന്നാൽ ജോലി കിട്ടുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കൂടാതെ ഞാൻ മുൻപറഞ്ഞതുപോലെ ഇവിടെ ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ട ഒരാളായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ പള്ളി ഞങ്ങളുടെ സുറിയാനി പള്ളിയിലെ അടിപിടികൾ ഇതെല്ലാം തമ്മിലുള്ള വഴക്കുകളും ഒക്കെ കൊണ്ട് എനിക്ക് അത്ര വലിയ മതിപ്പൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഏത് പള്ളിയായാലും വിരോധമില്ല, യേശുവിൽ വിശ്വസിച്ച് നന്മ ചെയ്താൽ അത് മതി എന്നുള്ളൊരു വിശ്വാസമായിരുന്നു എനിക്ക്. ഇതെല്ലാം പാടെ മാറിയത് ഞാൻ അമേരിക്കയിൽ പോയി. അപ്പോൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, മനസ്സിൽ പ്രാർത്ഥിച്ചു, ദൈവമേ, എന്നെ അങ്ങ് ജീവനുള്ളൊരു ദൈവമാണെന്ന് ബോധ്യപ്പെടുത്തുമെങ്കിൽ എനിക്കങ്ങനെയുള്ള ഒരു പിതാവിനെ വലിയ ഇഷ്ടമാണ്.
അതുകൊണ്ട് അവിടുന്ന് എന്നെ അത് കാണിച്ചു തരണം, ഞാൻ അങ്ങയോട് വിശ്വസ്തമായി ഇരിക്കുമെന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞ് 2-3 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് എൻ്റെ മകൻ ഏബ്രഹാം ഒരു സ്കൗട്ട് ക്യാമ്പിൽ വെച്ച് ഡേവിഡ് എന്ന് പറഞ്ഞ വേറെ ഒരു കുട്ടിയെ കണ്ടു. അവൻ ഒരു 13 വയസ്സുള്ളവനാണ്. അവൻ വലിയ എരിവുള്ളവനും ഒരു ശബത്ത് വിശ്വാസിയുമായിരുന്നു. അവൻ മുഖാന്തരം ഞങ്ങൾ ശബത്തിനെക്കുറിച്ച് അറിഞ്ഞു. അപ്പം അവൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, ഞങ്ങൾ ഒരു ബൈബിൾ വർക്കറെ അയക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് ശരി, എനിക്കതിന് വിരോധമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ബൈബിൾ വർക്കർ വന്നു. അവർ വന്നപ്പോൾ 10 കമാൻഡ്മെൻറ്റ്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു, ഇതൊക്കെ എനിക്കറിയാമല്ലോ, 2000 വർഷത്തെ പഴക്കമുള്ളതായ ഞങ്ങൾക്ക് ഈ സ്ത്രീ വന്ന്, ഈ കറമ്പ സ്ത്രീ വന്ന് എന്തോ പഠിപ്പിക്കാനാണ്? അവർ ഈയിടെ ചർച്ചിൽ വന്ന ആളുകളാണ് എന്ന് ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചു. പക്ഷേ അവർ അവസാനം എന്നോടൊരു ചോദ്യം ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് ഞായറാഴ്ച പള്ളിയിൽ പോകുന്നത്? ഇതേ ചോദ്യം തന്നെ ഞാൻ എൻ്റെ ഫാദറിനോട് ഒരു 14 വയസ്സുള്ളപ്പോൾ ചോദിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കാരണം യഹൂദന്മാർ ശനിയാഴ്ചയാണ് പോകുന്നത്, പക്ഷേ നമ്മൾ ഞായറാഴ്ചയിലേക്ക് പോകുവാൻ കാരണം ശനിയാഴ്ചയുടെ വിശുദ്ധി നമ്മൾ ഞായറാഴ്ചയിലേക്ക് മാറ്റി സ്ഥാപിച്ചു. അന്ന് എനിക്ക് കേവലം 14 വയസ്സേ പ്രായമുള്ളായിരുന്നു. അതുകൊണ്ട് എനിക്ക് ആ ഉത്തരം ധാരാളം മതിയായിരുന്നു. എന്നാൽ ഈ സ്ത്രീ എന്നോട് ചോദിച്ചപ്പോൾ എൻ്റെ അന്വേഷണ ബുദ്ധി സത്യം എന്തെന്ന് ആരായണം. ഇതെന്താണ് കാരണം? യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതാണ് എന്ന് പറയുന്നത് ഒരു മതിയായ കാരണമാണോ? അപ്പോൾ യേശു ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് ഞാൻ അന്വേഷിച്ചു. യേശു ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ മത്തായി 5:17-19 പറയുന്നു, ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കുവാനല്ല നിവർത്തിപ്പാനത്രേ വന്നതെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ എനിക്കതൊരു വണ്ടറായിരുന്നു. അപ്പം ഞാൻ എൻ്റെ വൈഫിനെ വിളിച്ച് പറഞ്ഞു, നോക്കൂ, ഇതാണ് സത്യം. അത് കേട്ടപ്പോൾ ഭാര്യ പറഞ്ഞു, ഞാനും അതിന് തയ്യാറാണ്. കാരണം ഭാര്യയ്ക്കൊരു ബാക്ക്ഗ്രൗണ്ടുണ്ട് ശബത്തുമായിട്ട്. ഈ ഭാര്യയുടെ അപ്പനും സഹോദരങ്ങളും ഞായറാഴ്ച പകൽ മുഴുവനും ചീട്ട് കളിക്കാരാണ്. അവർ ശബത്ത് പാലിക്കാതെ, ഞായറാഴ്ച ശബത്ത് പാലിക്കാതെ ഇത് ചെയ്യുന്നത് കണ്ടിട്ട് എൻ്റെ മദറിലോയ്ക്ക് വലിയ ദേഷ്യമുണ്ടാവും. അപ്പോൾ അവരിങ്ങോട്ട് വന്നിട്ട് ചീട്ടുകൾ മുഴുവനും എടുത്ത് തീക്കകത്തിടും. അപ്പോൾ അവർ ഒന്നും പറയാതെ പോയി വീണ്ടും ചീട്ട് വാങ്ങിച്ചുകൊണ്ട് വന്ന് അടുത്ത ഞായറാഴ്ചയും കളി തുടങ്ങും. അപ്പോൾ ഇങ്ങനെ തുടങ്ങിയത് കണ്ടപ്പോൾ ഇവർ എപ്പോഴും എടുത്ത് തീക്കകത്തിടുക. അപ്പോഴേ എൻ്റെ ബ്രദറിലോ പുള്ളി പറഞ്ഞു, നോക്കൂ, ശബത്ത് പാലിക്കണമെന്നുണ്ടെങ്കിൽ അത് ശനിയാഴ്ചയാണ്. ബൈബിളിൽ അങ്ങനെ എഴുതിയിരിക്കുന്നു. അപ്പോൾ ജോളിയുടെ ഫാദറും പറഞ്ഞു ശബത്ത് ശനിയാഴ്ചയാണ്. അപ്പോൾ ഇത് ജോളിയുടെ മനസ്സിൽ കിടന്നിരുന്നു. അപ്പോൾ ഈ സ്ത്രീ ഇത് പറഞ്ഞപ്പോൾ അത് ഉള്ളിൽ തറച്ചു. അവൾ പറഞ്ഞു, ഞാൻ എന്ത് വില കൊടുത്തും, എന്ത് നഷ്ടമോ കഷ്ടമോ എന്തു വന്നാലും ഞാൻ ഈ വിശ്വാസത്തിൽ ചേരാൻ പോകുമെന്ന്. അപ്പോൾ ഭാര്യയുടെ പിന്തുണ കൂടെ കിട്ടിയപ്പോൾ എനിക്ക് നല്ല മുന്നോട്ട് പോകണമെന്നുള്ള ആഗ്രഹമുണ്ടായി. അങ്ങനെ ഞാൻ ഈ ശബത്ത് വിശ്വാസത്തിൽ ചേർന്നു. അതാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട്. പിന്നീട് ഞാൻ അവിടെ എഴുതിയിട്ടുള്ളതായ ദുർഗ്രാഹ്യങ്ങളായ ദാനിയേല്, വെളിപാട് മുതലായ പിടികിട്ടാത്ത പുസ്തകങ്ങൾ ഇവരെ ബൈബിൾ അനുസരിച്ച് വിവരിക്കുന്ന കണ്ടു. ബൈബിൾ അടിസ്ഥാനമാക്കിയാണ് ഓരോ അറിഞ്ഞുകൂടാത്ത സിംബൽസും അവർ പറഞ്ഞത്. ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ സ്വീകാര്യമായി തോന്നി. വായിൽ വരുന്നത് പറയുകയല്ല, ബൈബിൾ അടിസ്ഥാനത്തിലാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായ ചർച്ച്. അങ്ങനെ ഈ വിശ്വാസം എൻ്റെ ഹൃദയത്തിൽ രൂഢമായി പതിച്ചു. ഒരു യഥാർത്ഥ ദൈവമുണ്ടെന്നും ആ ജീവിക്കുന്ന ദൈവമാണ് സർവ്വതും വഴി നടത്തുന്നതെന്നും എനിക്ക് മനസ്സിലായി. അപ്പോൾ എനിക്ക്
ധൈര്യമായി ഞാൻ പുസ്തകങ്ങൾ കൂടുതൽ ആഴത്തിൽ പഠിച്ചു. ഓരോന്ന് പഠിക്കും തോറും എനിക്ക് കൂടുതൽ അറിയണമെന്നുള്ള ജിജ്ഞാസയുണ്ടായി. ഇഷ്ടം പോലെ ബുക്കുകൾ അമേരിക്കയിൽ സുലഭമാണ്. അതുകൊണ്ട് എനിക്ക് അത് മനസ്സിലാക്കുവാൻ, അതിൻ്റെ ആഴത്തിലേക്ക് കടന്ന് പഠിക്കുവാൻ സാധിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഇവിടുന്ന് പോയി 3 വർഷം കഴിഞ്ഞതിന് ശേഷം 80-ലാണ് പോയത്. 80 വരെ പോയിട്ട് പിന്നീട് ഞങ്ങൾ വന്നപ്പോൾ എനിക്ക് ഇവിടെ പുസ്തകത്തിൻ്റെ വലിയ ദാരിദ്ര്യം അനുഭവപ്പെട്ടു. കാരണം ഇവിടെ പുസ്തകങ്ങളൊന്നുമില്ല, 1-2 പുസ്തകങ്ങളാണെന്നുള്ളത് മലയാളത്തിൽ. അതുകൊണ്ടാണ് ഞാൻ പ്രിപ്പറേഷൻ ഫോർ ഫൈനൽ ക്രൈസിസ് എന്ന വളരെ പ്രചാരമുള്ളതായ ഒരു പുസ്തകം അത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തണമെന്ന് ഞാൻ തീരുമാനിച്ചു. ഇത് ഡോക്ടർ ഫെർണാണ്ടോ ചാജി എന്ന സ്പാനിഷുകാരനാണ് ഇത് എഴുതിയത്. അപ്പോൾ അത് ഞാൻ പരിഭാഷപ്പെടുത്തി അനേക ഭാഷകളിലേക്ക് എനിക്ക് വിതരണം ചെയ്യാൻ സാധിച്ചു. ആദ്യമേ ഞാൻ 10,000 കോപ്പി അടിച്ച് നമ്മുടെ കേരളത്തിൽ വിതരണം ചെയ്തു. അതിൻ്റെ കോപ്പികൾ ഇപ്പോഴും ഉണ്ട്, ഒരു കേടുമില്ല. കൂടാതെ ഞാനത് പ്രധാനപ്പെട്ട എല്ലാ ഭാഷകളിലും ഞാൻ അച്ചടിച്ച് വിതരണം ചെയ്തു. പിന്നീട് എനിക്ക് ജോലി തിരക്ക് കാരണം ഇതിനകത്ത് അധികം ഇൻവോൾവ് ആകാൻ സാധിച്ചില്ല. പിന്നെ ഞാൻ റിട്ടയർ ചെയ്തപ്പോൾ എൻ്റെ സമയം ഏതാണ്ട് 14 വർഷം മുമ്പ് റിട്ടയർ ചെയ്തപ്പോൾ എൻ്റെ സമയവും എൻ്റെ എനർജിയും എൻ്റെ പണവും എല്ലാം ഞാൻ ദൈവത്തിന് വേണ്ടി കൊടുത്തു. ഈ പുസ്തകങ്ങൾ അടിക്കുന്നതിനാണ് എൻ്റെ സമയങ്ങൾ ഞാൻ മുഴുവനായിട്ട് ചെയ്തത്. ദൈവമക്കളെ, ദൈവം ഈ ശബത്ത് സത്യം എല്ലാവരോടും പറയുവാൻ നമ്മളെ വിളിക്കുന്നു. എന്നിട്ട് ദൈവം പറയുന്നു, നീ എൻ്റെ വിശുദ്ധ ദിവസത്തിൽ നിൻ്റെ കാര്യാദികൾ നോക്കാതെ ശബത്തിൽ നിൻ്റെ കാലടക്കി വെച്ച് ശബത്തിനെ ഒരു സന്തോഷമെന്നും യഹോവയുടെ വിശുദ്ധ ദിവസത്തെ ബഹുമാനയോഗ്യമെന്നും പറയുകയും നിൻ്റെ വേലയ്ക്ക് പോകുകയോ നിൻ്റെ കാര്യാദികളെ നോക്കുകയോ വ്യർത്ഥ സംസാരത്തിൽ നേരം പോക്കുകയോ ചെയ്യാതെ വണ്ണം അതിനെ ബഹുമാനിക്കുകയും ചെയ്യുമെങ്കിൽ നീ യഹോവയിൽ പ്രമോദിക്കും. ഞാൻ നിന്നെ ദേശത്തിലെ ഉന്നതങ്ങളിൽ വാഹനമേറ്റ് ഓടുമാറാക്കുകയും നിൻ്റെ പിതാവായ യാക്കോബിൻ്റെ അവകാശം കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്യും. യഹോവയുടെ വായല്ലോ അരുളി ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നാം യോഹന്നാൻ സ്നാപകനെ പോലെ ഏലിയാവിൻ്റെ ആത്മാവോടുകൂടി പോയി യേശുവിൻ്റെ 2ാം വരവിനായി ശബത്ത് പുനഃപ്രതിഷ്ഠിച്ച് ആളുകളെ ഒരുക്കാം. ഇതാണ് നമ്മുടെ വലിയ ജോലി. ദൈവത്തിന് വേണ്ടി ആളുകളെ ഒരുക്കുക. കർത്താവ് വേഗം വരുന്ന യേശുവിനെ നമുക്ക് എതിരേൽക്കുവാൻ നമ്മളുടെ സ്വഭാവം ശരിയാകണം. അതുപോലെ നമ്മളെ ആ 144,000 പേരിലെ അംഗങ്ങളായി ദൈവത്തിന് വേണ്ടി വേല ചെയ്യുന്നവരായിരിക്കണം. ഈ 144,000 വരെ പാസ്റ്റർ രാജേഷ് പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണ്. ഇവരാണ് കമാൻഡോസ്. അപ്പോൾ അങ്ങനെ നമ്മൾ വേല ചെയ്ത് ദൈവത്തിൻ്റെ ഈ വേല വലിയ ഒരു വേലയാക്കി തീർക്കണം. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമ്മളത് ചെയ്യാതിരുന്നാൽ ദൈവം നമ്മളോട് ചോദിക്കും. ദൈവം അവസരങ്ങൾ എപ്പോഴും തരുന്ന അവസരങ്ങൾ നമ്മൾ ഉപയോഗിക്കുക. നമ്മളിപ്പോൾ ശക്തമായ ഒരു വേല ഈ കേരളത്തിൽ ചെയ്യുന്നു. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും പിന്തുണയും ഉണ്ടാകുക. നിങ്ങൾ ഈ കൊറോണ വൈറസിനെ ഭയപ്പെടാതെ നിങ്ങൾ ദൈവത്തിൻ്റെ വേല ചെയ്യുക. കാരണം നമ്മുടെ സമയം വളരെ ചുരുക്കമാണ്. അതുകൊണ്ട് ദൈവമക്കളെ, നിങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവം പറയുന്നു, ഇന്ന് നിങ്ങൾ അവൻ്റെ വചനം ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മരുഭൂമിയിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. ഇന്നത്രേ രക്ഷാദിവസം, ഇന്നത്രേ സുപ്രസാദകാലം. അതുകൊണ്ട് ദൈവമക്കളെ തിരുവീൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വളരെ അനുഗ്രഹപ്രദമായ ഒരു ദൂത് നമ്മൾ കേട്ടു. അത് നൽകിയ പാസ്റ്റർ രാജേഷ് ശശിധരന് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ദൈവം തൻ്റെ ജീവിതത്തിൽ നൽകിയിട്ടുള്ള ഉപകാരങ്ങൾക്കായി നമ്മൾ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തിയ എൽഡർ കളത്തിൽ വർഗീസ് സാറിനും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. നമ്മുടെ ആരാധനയുടെ അവസാനമായിട്ട് നമുക്ക് ഏവർക്കും ചേർന്ന് നമ്മുടെ പാട്ടുപുസ്തകത്തിലെ 1057 ഗാനം പാടാം. 1057 യേശുവിൻ നാമം എന്ന ഗാനം പാടാം. അതിനുശേഷം പാസ്റ്റർ രാജേഷ് ശശിധരൻ നമ്മളെ
പ്രാർത്ഥനയിൽ നയിക്കുന്നതായിരിക്കും. മഹാപരിശുദ്ധനും വിശ്വസ്തനുമായി ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ദൈവത്തിൻ്റെ സന്നിധി മുൻപാകെ ഞങ്ങൾക്ക് ഒരുമിച്ച് കടന്നു വരുവാൻ, പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ വചനം ഞങ്ങൾ കേട്ട പ്രകാരം അതിനനുസൃതമായി കർത്താവെ ഏത് കാലത്തിൽ ജീവിച്ചിരിക്കുവാൻ തക്കവണ്ണം അപ്പോസ്തലനായി പൗലോസ് ആഗ്രഹിച്ചുവോ ആ കാലത്തിൽ ജീവിച്ചിരുന്നു കൊണ്ട് കർത്താവായി ദൈവത്തെ ജീവനോടെ കാണുവാൻ വലിയൊരു അവസരം ഞങ്ങളുടെ മുൻപാകെ അവിടെ നൽകിയിരിക്കൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. പ്രിയ പിതാവേ, കുഞ്ഞാടിൻ്റെ നാമവും പിതാവിൻ്റെ നാമവും നെറ്റിയിൽ എഴുതപ്പെട്ടവരായി കർത്താവിൻ്റെ സന്നിധിയിൽ നിലനിൽക്കപ്പെടുവാൻ എഴുന്നേൽക്കപ്പെടുവാൻ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വലിയ അവസരത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. പ്രിയ പിതാവേ, ഇന്ന് ലോകമെമ്പാടും ഇരുന്ന് ഈ ശുശ്രൂഷ കർത്താവെ കാണുവാൻ, ഈ വചനത്തെ കേൾക്കുവാൻ അവിടുന്ന് ഇടവരുത്തിയ എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വിലയേറിയ ഭാഗ്യത്തെ വിലകുറച്ച് കാണാതെ ദൈവം നൽകിയിരിക്കുന്ന അത്ഭുതകരമായ ഈ മഹത്വമേറിയ ഭാഗ്യത്തെ കർത്താവിൻ്റെ സന്നിധിയിൽ ഏറ്റെടുക്കുവാൻ, അതിനനുസൃതമായി തയ്യാറെടുപ്പുകൾ നടത്തുവാൻ യേശുവേ ഈ നാളുകളിൽ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കൊറോണ വൈറസ് അനേകർക്ക് ഭീതിയുടെ നാളുകൾ നൽകിയപ്പോൾ, കൊറോണ വൈറസ് അനേകരെ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടപ്പോൾ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ കൊറോണയുടെ നാളുകൾ യേശുവിലേക്ക് അടുക്കുവാൻ, യേശുവിനോട് പറ്റിച്ചേരുവാൻ, ദൈവത്തിൻ്റെ വചനങ്ങളെ മുൻപൊരിക്കലും ഇല്ലാത്ത വിധം പഠിക്കുവാൻ തക്കവണ്ണം നൽകിയ അവസരത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. പിതാവേ, ഈ അവസരങ്ങളെ ഉപയോഗിച്ച് തക്കത്തിൽ ഉപയോഗിക്കുവാൻ ഞങ്ങൾക്ക് നൽകിയ അവസരത്തെ ഓർത്ത് ഒരിക്കൽ കൂടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. പിതാവേ, നിങ്ങൾ കേട്ട വചനപ്രകാരം ദൈവത്തിൻ്റെ സന്നിധിയിൽ കർത്താവെ ഭോഷ്കില്ലാത്തവരായി നിലനിൽക്കുവാൻ, യേശുവിനെ പോലെ നിലനിൽക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ ഓരോരുത്തരെയും ശക്തി
ശക്തിപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സമർപ്പണത്തെ കർത്താവ് സ്വീകരിക്കണമേ. ഇനിയും അധികകാലം ഞങ്ങൾക്ക് ഇപ്രകാരം ദൈവത്തിന് മുൻപാകെ സമർപ്പിക്കുവാൻ അവസരങ്ങളില്ല. കാലങ്ങൾ ഇതാ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. എത്രയും വേഗം യേശുവിൻ്റെ വരവാസനമാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കപ്പെടുവാൻ ഞങ്ങളെ ഓരോരുത്തരും ഇതാ ഏൽപ്പിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ സ്വീകരിക്കണമേ. ഏത് ദേശത്തിരുന്നു കൊണ്ട് ഈ സന്ദേശം കേട്ട് ഈ പ്രാർത്ഥനയിൽ കർത്താവെ തലകളെ വണക്കിയിരിക്കുന്നുവോ എല്ലാവരുടെയും സമർപ്പണത്തെ സ്വർഗത്തിലെ ദൈവം സ്വീകരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട ദൈവകൃപയ്ക്കായി സ്തോത്രം. അപ്പാ, അവിടുത്തെ വരവെങ്കിൽ നല്ലവനും വിശ്വസ്തനുമായ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ അല്പത്തിൽ വിശ്വസ്തരായിരുന്നു, ഞാൻ നിങ്ങളെ ഇതാ അധികത്തിൽ വിചാരകരാക്കും എന്ന ശബ്ദം കേൾക്കുമ്പോൾ ആ ദൈവത്തെ എതിരേറ്റ് കർത്താവിനോടൊപ്പം നിത്യതയോളം ജീവിപ്പാൻ തക്കവണ്ണം എടുക്കപ്പെടേണ്ടതിന് ഒരുക്കമുള്ള ഒരു ജനമായി തീരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഈ ദുഷ്കാലത്തിൽ സഹായിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയ പിതാവേ, പ്രാർത്ഥന കേട്ട ദൈവകൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കുമാറാകണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിസ്തീരിക്കപ്പെടണമേ, തിരുരാജ്യം വരണമേ, തിരീഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ പാപങ്ങളും ദോഷങ്ങളും ഞങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ സർവദോഷം കൊണ്ട് വിൽക്കുമാറാകണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അവിടത്തേക്കുള്ളതല്ലോ. ആമേൻ. സകല ബുദ്ധിയും കവിയുന്ന പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വൻ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂട്ടായ്മയും കാവലും കർത്താവിൽ പ്രിയമുള്ളവരെ നിങ്ങളുടെ എല്ലാവരുടെ മേലും, നിങ്ങളുടെ എല്ലാ കുടുംബങ്ങളുടെ മേലും, എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും, നാം ഇന്ന് പ്രാർത്ഥനയിൽ ഓർത്ത എല്ലാ വിഷയത്തിന്മേലും, നാം ഇന്ന് ധ്യാനിച്ച വചനത്തിന്മേലും അതിനനുസൃതമായി ജീവിതങ്ങളെ ക്രമീകരിച്ച് സമർപ്പിക്കപ്പെടുവാൻ തക്കവണ്ണം തങ്ങളുടെ ജീവിതങ്ങളെ ദൈവത്തിന് മുൻപാകെ ഏൽപ്പിച്ച എല്ലാവരുടെ മേലും ഇന്ന് മുതൽ എന്നേക്കും കാലത്തോളവും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. ഇന്ന് പകൽക്കാലം ഞങ്ങളെ ശ്രവിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലിരുന്നു കൊണ്ട് ഈ വചനം ശ്രവിച്ച, ഈ ശുശ്രൂഷയെ ശ്രവിച്ച നിങ്ങളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് വചനം പ്രസംഗിച്ച കർത്താവിൻ്റെ ദാസന്മാരോടും ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവരോടും പ്രത്യേകം ആലപ്പുഴ പത്തനംതിട്ട സെക്ഷൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ എല്ലാം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. ശബദിൻ്റെ തുടർന്നുള്ള മണിക്കൂറുകളിലും വിശുദ്ധിയോടെ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാൻ ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ ദിവസത്തിൻ്റെ ആശംസകൾ നേരുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. ആശിഷമേകും വിശുദ്ധ ദിനം, കർത്തൃദിനമാം ശുഭ ആശിഷമേകും വിശുദ്ധ ദിനം, സൃഷ്ടാവാം ദൈവത്തെ ഓർക്കും ദിനം, കർത്താവിനെ ആരാധിക്കുന്ന സൃഷ്ടാവാം ദൈവത്തെ ഓർക്കും ദിനം, കർത്താവിനെ
ശബത്ത്